അറ്റിങ്കറ നമ്മൾ പില്ലറായിട്ട് എപ്പോഴും പറയുന്നത് പിയർ ലേണിംഗ് ആണ്. എന്താണ് പിയർ ലേണിംഗ്? നമുക്കറിയാവുന്നത് നമ്മുടെ കൂടെ ഉള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക, അവരെ നമ്മുടെ ഒപ്പം എത്തിക്കുക, അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ സെക്യൂർ ചെയ്ത് കൊടുക്കാം. എനിക്കൊന്നും ക്യാമ്പസ് കമ്മ്യൂണിറ്റിയിലാണ് എനിക്ക് പേഴ്സണലി അത് ഏറ്റവും വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ലൈക്ക് ഫസ്റ്റ് ഇയർ ഫോർത്ത് ഇയർ എന്നൊരു ഡിഫറൻസ് ഇല്ലാതെ ഫസ്റ്റ് ഇയേഴ്സ് ഫോർത്ത് ഇയേഴ്സിനെ പഠിപ്പിക്കുന്നതും. ലാസ്റ്റ് ഞങ്ങൾ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കലേക്കും പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് പറഞ്ഞു, ഇങ്ങനെ സ്റ്റഡി ഞാൻ എടുത്താൽ നമുക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് എടുത്താൽ നമുക്ക് കൊള്ളാം, പിള്ളേർക്ക് നല്ലതായിരിക്കും. അപ്പോൾ അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. അതിനുള്ളൊരു ഞങ്ങളിത്ര ഒരു മീഡിയം മാത്രമായിരുന്നു. അതിനോടൊപ്പം തന്നെ സീരിയസ് ആകേണ്ട അടുത്ത് പ്രൊജക്ട് ചെയ്യേണ്ട അടുത്ത് അവർ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യേണ്ട സമയത്ത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, ബോണ്ട് ചെയ്യേണ്ട അടുത്ത് എല്ലാം അവർ കറക്റ്റായിട്ട് എല്ലാം ഒരു ഒന്നിനും എല്ലാം ഈക്വൽ ലെവലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ ഒരു ഹൈറാർക്കി ഇല്ലാതെ എല്ലാവരും ഒരേ ലെവലിരുന്ന് ഒരു കോമൺ ഗോളിന് വേണ്ടി ബെറ്റർ ഓഫ് അവർ കോളേജ് അതാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതിനോട് എല്ലാവരും കോർ ടീമെന്നില്ല സബ് ടീമെന്നില്ലാതെ എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യുകയാണ്. അപ്പം അവർക്കൊരു സെൻസ് ഓഫ് ബിലോങ്, ഏതാണ് അവരുടെ സ്പേസ് മനസ്സിലാകുന്നത്. ഫസ്റ്റ് ഇയർ തേർഡ് ഇയർ സെക്കൻഡ് ഇയർ വന്നപ്പോൾ ഒരു ഐഡിയ ഇല്ല എന്താണ് ജസ്റ്റ് അക്കാഡമിക്സ്, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, സീനിയേഴ്സ് ഞങ്ങളൊന്നും പറയത്തില്ല. അപ്പം ഞങ്ങൾക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും നീ അവരറിയേണ്ട കാര്യങ്ങളെല്ലാം കൂട്ടി ചേർത്ത് ഒരു പ്രോഗ്രാം നടത്തി. അതാണ് ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തലവര. നമുക്ക് നേരത്തെ തന്നെ ഫസ്റ്റ് ഇയർ തന്നെ അവർക്ക് ഈ ഒരു ഐഡിയാസ് കിട്ടുകയാണ്. നമ്മളൊക്കെ വരുമ്പോൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോൾ ഒരു സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഒക്കെ ആകും. അപ്പോഴത്തേക്കും കുറെ ടൈം പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ അവർക്ക് ഫസ്റ്റ് ഇയർ തന്നെ ആ ഒരു ഐഡിയാസ് കിട്ടുമ്പോൾ അവർക്ക് അവരുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാനുള്ള ടൈം കൂടുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം എന്നുള്ള ഒരു ഐഡിയയിൽ പോകണം. ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ല. ആപ്പാടെ നടക്കുന്ന കോളേജ് യൂണിയൻ ഉണ്ട് ഞങ്ങൾക്ക്. കോളേജ് യൂണിയൻ ത്രൂ എന്തെങ്കിലും ടെക് ഫെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കൾച്ചറൽസ് നടന്നു, അല്ലാതെ വേറെ ആക്ടിവിറ്റീസ് നടക്കാറില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്, നമ്മുടെ തിങ്കറപ്പ് ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ട് നമ്മൾ ആക്ടിവിറ്റി വെക്കും. അവർ ഭയങ്കര പാർട്ടിസിപ്പേഷൻ ആണ്. സോ അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇനി ക്യാമ്പസ് ലൈഫ് ജസ്റ്റ് വെറുതെ വേസ്റ്റ് അക്കാഡമിക്സ് മാത്രമല്ല, അതിലും കൂടുതലുണ്ട്. സോ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നുണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റിയും AI ഒക്കെ കൂടുതൽ പേർക്ക് ഇഷ്ടത്തോടെ ഇനിയും സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞ് പഠിക്കുന്നവരുണ്ട്. പക്ഷെ നാളെ അതാണ് സാധ്യതയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. നാളെ ആ സമയത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ക്യാമ്പസ് സ്റ്റോറീസ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് പുന്നപ്രയിലെ കോർ ടീമാണ്. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഹായ്, ഐ എം വിവേക് വേണുഗോപാൽ, ക്യാമ്പസ് ലീഡാണ്. ഞാൻ ചൈത്രാജ്, BIT ലീഡാണ്. ഹായ്, ഐ എം ഋഷികേശ് കൃഷ്ണ, ഞാൻ ഔട്ട്റീച്ച് ലീഡാണ്. ഹായ്, ഞാൻ കൃഷ്ണപ്രിയ, ഫസ്റ്റ് ഇയർ കോർഡിനേറ്റർ ആണ്. ഫസ്റ്റ് ഒബ്വിയസ്ലി വിവേകിനോടാണ്, ബിക്കോസ് ലാസ്റ്റ് വിവേക് ഔട്ട്റീച്ച് ലീഡ് ആയിരുന്നു. സോ ആ ട്രാൻസിഷൻ ഫ്രം ബീയിങ് ആൻ ഔട്ട്റീച്ച് ലീഡ് ടു എ ക്യാമ്പസ് ലീഡ്, എന്താ വാട്ട് യു ഫീൽ റൈറ്റ് നൗ? വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. ഡിഫറെന്റ് നെയിം മാത്രമേ ഉള്ളൂ, എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യുന്നു. സോ പേരും മാത്രം ജസ്റ്റ് ഔട്ട്റീച്ച് ടു ക്യാമ്പസ് ലീഡ്, ഒരു മാറ്റമില്ലാതെ വേറെ മാറ്റം, കുറച്ചുകൂടെ വർക്ക് കൂടി അത്രേ ഉള്ളൂ, വേറെ കുഴപ്പം, അങ്ങനെ സുഖമായിട്ട് പോകുന്നു. വൺസ് ലീഡ് റോള് കിട്ടിയതിന് ശേഷം സെലക്ഷൻ ക്യാമ്പും നമ്മുടെ ഓൺബോർഡിംഗ് ക്യാമ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടാസ്ക് ആയിട്ട് ഒബ്വിയസ്ലി ഒരു കോർ ടീം സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഐഡിയൽ ടീമിനെ ഐഡന്റിഫൈ ചെയ്ത് സെറ്റ് ചെയ്യുക എന്നുള്ളത് ആസ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് ഹ്യൂജ് ടാസ്ക്. ഹൗ ആർ യു ഏബിൾ ടു ഐഡന്റിഫൈ യുവർ ടീം? ഫസ്റ്റ് ഞങ്ങൾ അലുമിനി ഞങ്ങളുടെ പ്രീവിയസ് ലീഡ്സ് കണക്ട് ചെയ്തു. അവർ ത്രൂ ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്, ഈ അപ്ലൈ ചെയ്ത എല്ലാവരും ഫിൽറ്ററിംഗ് പ്രോസസ് ത്രൂ കുറച്ച് കാൻഡിഡേറ്റ്സ് സെലക്ട് ചെയ്തു. ആ കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ഫാക്കൽറ്റീസിനോട് ചോദിച്ചു ത്രൂ ഇന്റർവ്യൂ പ്രോസസ്. ആ ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ ക്ലിയർ ആയുള്ളവർ മാത്രമാണ് നമ്മൾ ആ കോർ ടീമിലേക്ക് എടുത്തു. ബാക്കിയുള്ളവർ നമ്മൾ സബ് ടീമിലേക്ക് എടുത്തു. ബെസ്റ്റായിട്ട് നിന്നവരെ, അതിലും ബെസ്റ്റായിട്ട് നിന്നവരെ നമ്മൾ കോർ ടീമിലേക്ക് എടുക്കുമായിരുന്നു. സോ ആസ് എ ക്യാമ്പസ് ലീഡ് അത് വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ബെസ്റ്റ് ഓപ്ഷൻസ് ആയിരുന്നു. അതായത് ആ വന്ന കാൻഡിഡേറ്റ് ഓപ്ഷനിലെല്ലാം ചൂസ് ചെയ്താലും നല്ലതായിട്ട് നമ്മൾ പോകുന്ന ഉറപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് ബീയിങ് അപ്ലൈയിങ് ടു നിങ്ങളുടെ സ്പെസിഫിക് റോൾസിൽ അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ റീസൺ എന്താണ്? ഞാൻ നേരത്തെയും BIT ലീഡായിട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആ ലീഡ് ഞാൻ ആ ഒരു റോളിലേക്ക് കയറിയതുകൊണ്ട് എനിക്കും അതേപോലെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനും അത് നല്ലപോലെ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് മനസ്സിലായതുകൊണ്ടാണ് നെക്സ്റ്റ് ടൈം ഞാൻ അപ്ലൈ ചെയ്തത്. ത്രൂ ഇന്റർവ്യൂ പ്രോസസ്സ് വഴി തന്നെയാണ് ഇതിലേക്ക് സെലക്ട് ആയത്. ഞാൻ ടിങ്കറബിലേക്ക് വരുന്നത് വോളണ്ടിയർ ആയിട്ടാണ്. അപ്പം ആദ്യം പോസ്റ്റർ ഡിസൈനർ ആയിട്ടായിരുന്നു. അപ്പം ആ സമയത്ത് വിവേകാണ് ആ സമയത്ത് ഔട്ട്റീച്ച് ലീഡായിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് ക്യാമ്പസ് ആ ഒരു ഗ്യാപ്പിൽ ടിങ്കറാക്കിൻ്റെ ഇവിടെ ഡിസൈനിങ് ടീമിൽ, ഇവിടുത്തെ ഡിസൈനിങ് ടീമിൽ ഇതിനായിരുന്നു ചെയ്യാൻ പറ്റി. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് എന്തുകൊണ്ട് അടുത്ത പ്രാവശ്യം ഔട്ട്റീച്ച് ലീഡായി കയറിക്കൂടാ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഇൻ്റർവ്യൂവിന് കയറി അങ്ങനെ കയറിയത്.
ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഓറിയന്റേഷൻ ക്ലാസ് ആയിരുന്നു ഞങ്ങൾക്ക് 3 ഡേ. അപ്പോൾ ഒന്ന് തിങ്കർ ഹബിന്റെ ക്ലാസ് ആയിരുന്നു. അപ്പം ഇവിടെ കോർ ടീമിലുള്ള വിവേകാനന്ദനായാലും ശ്രീലക്ഷ്മി ചേച്ചി അങ്ങനെ എല്ലാവരും സംസാരിച്ചിരുന്നു. അപ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിരുന്നു. കാരണം മെയിൻ പോയിന്റിലോട്ട് ചേരാനുള്ള മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് പിയർ ടു പിയർ ലേൺ ആണ്. അപ്പം അതിനോട് വലിയ താല്പര്യം തോന്നി. കാരണം നമ്മുടെ സമപ്രായത്തിലുള്ളവർ തന്നെ അല്ലെങ്കിൽ സീനിയേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയാലും നമുക്ക് കുറച്ച് നോളജ് തരുന്നു. അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. പിന്നീട് ഫസ്റ്റ് ഇയർ കോർഡിനേറ്റർ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇയേഴ്സിനെ നമ്മൾ ഇതിലോട്ട് ഉൾക്കൊള്ളിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക, അവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പകർന്നു കൊടുക്കുക, അവരെ ഇതിലേക്ക് കൊണ്ടുവരിക. അതാണ് എൻ്റെ മെയിൻ റോൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ വർഷം കോർ ടീമിലുണ്ട്. ഗിവൺ ദ സെയിം ഫസ്റ്റ് ഇയർ കോർഡിനേറ്റർ ഒഴികെ ബാക്കി എല്ലാവരും ലാസ്റ്റ് ഇയർ ടിങ്കർ ഹബ് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ചെയ്ത സെറ്റ് ഓഫ് ആൾക്കാരാണ്. സോ കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് അപേക്ഷിച്ച് ഈ വർഷം വെൻ യു ആർ ലീഡിങ് ദ ക്യാമ്പസ് കമ്മ്യൂണിറ്റി അറ്റ് CAMP എന്താണ് ചേഞ്ച് ആയത്? വാട്ട് ഇസ് ഡിഫറെന്റ്? ലാസ്റ്റ് ഇയർ നമ്മൾ നോക്കുമ്പം പാർട്ടിസിപ്പേഷൻ കുറച്ച് ജസ്റ്റ് വന്ന് പോകുന്നു, സർട്ടിഫിക്കറ്റിന് വേണ്ടി വരുന്നു, അറ്റൻഡ് ചെയ്ത് പോകുന്നു, സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, അത്ര ഉള്ളായിരുന്നു. അത് ഇപ്പം മൈൻഡ് സെറ്റ് അതായിരുന്നു. പക്ഷെ ഈ വർഷം വന്നപ്പം നമ്മൾ കുറച്ചുകൂടെ സ്റ്റുഡൻസ് ത്രൂ എല്ലാവരും ബാക്ക് എത്തിക്കാൻ നോക്കി. അപ്പം പിയർ ലേണിംഗ് എന്ന വാക്കിന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ എല്ലാ പരിപാടിയും ത്രൂ സ്റ്റുഡൻസ് ആയിരുന്നു മെന്റേഴ്സ്. അപ്പം അവർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് തന്നെ പെട്ടെന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു, അവർ തന്നെ ഇന്ററാക്ട് ചെയ്ത് ആ ഇവന്റ് ഭയങ്കര സക്സസ്ഫുൾ ആക്കുന്നു. അപ്പം ലാസ്റ്റ് ഇയറിന് പിള്ളേർ വരുന്നത് ജസ്റ്റ് സർട്ടിഫിക്കറ്റ് മാത്രം വരുമ്പോൾ ഈ സമയം അവർക്ക് എന്തെങ്കിലും പഠിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം. അത് ടോട്ടലി മാറിയിട്ടുണ്ട്. അവരുടെ കാഴ്ചപ്പാടും എല്ലാം മാറ്റി വരുന്നുണ്ട്. അപ്പം അത് ബിഗ് ചേഞ്ച് ആണ്. ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിൽ തന്നെ ഒരു തിങ്കർ ഹബ് കമ്മ്യൂണിറ്റി എന്ന രീതിയിലല്ലാതെ ഒരു ക്യാമ്പസിൽ തന്നെ ഒരു വലിയ ചേഞ്ച് ആണ്. ജസ്റ്റ് അക്കാഡമിക്സിന് വന്ന് പോകുന്നവരല്ലാതെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി പോയിന്റ് നിറയ്ക്കുന്നവരല്ലാതെ ഒരു കോർപ്പറേറ്റ് ഔട്ട്സൈഡിലുള്ള വേൾഡ് എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ ടെക് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അവർക്ക് പറ്റുന്നുണ്ട്. ഇപ്പം ചെയ്യുന്നുണ്ട് അവര്. കഴിഞ്ഞ വർഷം നമ്മുടെ ടിങ്കർ ഹബ് നമ്മുടെ കോളേജിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. ശ്രീലക്ഷ്മി, വിവേക്, ഞാനുള്ള ഒരു കോർ ടീം വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ഇവന്റ്സും ഓരോന്നും ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ തന്നെ പെർമിഷൻസ് കിട്ടാനും സ്പോൺസർഷിപ്പ് കിട്ടാനൊക്കെ ഭയങ്കര ടഫായിരുന്നു. അതേപോലെ ഒരു ഇവന്റ് നടത്തി പകുതി എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അവിടെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതെല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് ഇത്തവണ അതിനൊക്കെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയാസ് കൊണ്ടാണ് തുടങ്ങിയത്. അതേപോലെ പുറത്തുനിന്ന് ഒരു മെന്റർ വെക്കുമ്പോൾ കുട്ടികൾ അത്രയും ഫ്രീ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ തോന്നിയിട്ടില്ല. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ തന്നെ ചെയ്യുമ്പോൾ അവരത്ര ഫ്രീ ആണ്, വന്ന് സംശയങ്ങൾ ചോദിക്കാനൊക്കെ കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സോ അപ്പൊ അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മളിപ്പോ നമ്മുടെ കോളേജിലെ പിള്ളേരെ തന്നെ കൂടുതൽ മെന്ററാക്കാൻ നോക്കുക. നിങ്ങളുടെ ഡെഫിനേഷനിൽ അറ്റ് ടിങ്കർ ഹബ് നമ്മൾ പില്ലറായിട്ട് എപ്പോഴും പറയുന്നത് പിയർ ലേണിംഗ് ആണ്. എന്താണ് പിയർ ലേണിംഗ്? നമുക്കറിയാവുന്നത് നമ്മുടെ കൂടെ ഉള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക, അവരെ നമ്മുടെ ഒപ്പം എത്തിക്കുക, അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ സെക്യൂർ ചെയ്ത് കൊടുക്കുക. പിന്നെ അവർക്ക് അറിയാവുന്ന സാധനം ഉണ്ടല്ലോ, അത് നമുക്കും പഠിക്കാം. നമുക്കും പഠിക്കുക, അങ്ങോട്ട് ഒരു ചോദിച്ച് പഠിക്കുക, ആ ഒരു ഇതിലാണ് പോകുന്നത്. അപ്പം ഈ സീനിയേഴ്സ് അല്ല ജൂനിയേഴ്സ് എന്നുള്ളൊരു അന്തരം ഉണ്ടാവുമല്ലോ, അത് ഓൾമോസ്റ്റ് അത് മാറി കിട്ടും. എനിക്കൊന്ന് ക്യാമ്പസ് കമ്മ്യൂണിറ്റിയിലാണ് എനിക്ക് പേഴ്സണലി അത് ഏറ്റവും വിറ്റ്നസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ലൈക്ക് ഫസ്റ്റ് ഇയർ ഫോർത്ത് ഇയർ എന്നൊരു ഡിഫറൻസ് ഇല്ലാതെ ഫസ്റ്റ് ഇയേഴ്സ് ഫോർത്ത് ഇയേഴ്സിനെ പഠിപ്പിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ മേ ബി ടിങ്കർ ഹബ് കമ്മ്യൂണിറ്റി ക്യാമ്പിന്റെ ടൈമിൽ തന്നെ മെന്റേഴ്സിനെ ക്യാമ്പസിനകത്ത് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺ എമംഗ് ദ മേജർ പ്രോബ്ലംസ് കുറെ ക്യാമ്പസ് കമ്മ്യൂണിറ്റി പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് ഒരു ഇവന്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റി മെന്റേഴ്സിന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്പെസിഫിക് ഡൊമൈൻസിൽ. നിങ്ങൾ എങ്ങനെയാണ് മെന്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? സോ ഞങ്ങൾ മെന്റേഴ്സ് ഇപ്പം മോസ്റ്റ്ലി തേർഡ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സ് തന്നെയാണ്. ഒരു സബ് ടീമിലുണ്ട്. അപ്പം ഞങ്ങൾ ഈ ടോപ്പിക് എടുക്കണം എന്ന് പറഞ്ഞല്ല പോകുന്നത്. അപ്പം ഇങ്ങനെ ടോപ്പിക് എടുത്താൽ കൊള്ളാം ചേട്ടാ, ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യും. അപ്പം നമ്മൾ നോക്കും. അപ്പോൾ അവരെന്ന് പറയും ചിലപ്പോൾ ഞങ്ങൾ എടുക്കാം, ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, അവരെന്ന് ഇങ്ങോട്ടൊന്ന് അപ്രോച്ച് ചെയ്യുകയാണ്. നമ്മൾ അങ്ങോട്ടൊന്നും പറയല്ല. ഇപ്പം നമ്മളൊരു ടോപ്പിക് പറഞ്ഞു ഇത് തന്നെ എടുത്തേ പറ്റൂ എന്നൊന്നും പറയാറില്ല. അവരിപ്പം ലാസ്റ്റ് ഞങ്ങൾ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് പറഞ്ഞപ്പോൾ അവരിങ്ങോട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ സ്റ്റഡി ഞാൻ എടുത്താൽ നമുക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക്ഷോപ്പ് എടുത്താൽ നമുക്ക് കൊള്ളാം, പിള്ളേർക്ക് നല്ലതായിരിക്കും. അപ്പോൾ അവരിങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. അതിനുള്ളൊരു മീഡിയം ത്രൂ ആണ് ഞങ്ങളൊരു ത്രൂ ഒരു മീഡിയം മാത്രമായിരുന്നു. അവരാണ് ബാക്കി മെന്റേഴ്സും ഒരു എൻ്റെ മെന്ററിങ് ചെയ്തതും. അപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ട് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുത്താൽ പിള്ളേർക്ക് മനസ്സിലാവും. കാരണം അവരും ത്രൂ ലേൺ ചെയ്ത് വന്നവരാ. ബാക്കിയുള്ളവർക്ക് അവർ പറഞ്ഞു കൊടുക്കും. അവർ ഇങ്ങോട്ടൊന്ന് പറയാം. സോ ഒരു ഫ്രിക്ഷൻ ഇല്ല ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾ ലീഡ്സ് ആണ്, അല്ലെങ്കിൽ കോർ ടീമാണ്. അപ്പം ഇങ്ങോട്ടൊന്ന് പറയുന്നവർക്ക് ഫ്രിക്ഷൻ ഇല്ല, ഞങ്ങൾക്ക് അവരുടെ അപ്രോച്ച് ചെയ്യുന്ന ഫ്രിക്ഷൻ ഇല്ല. സോ ടോട്ടലി പറയുകയാണെങ്കിൽ അവർ ത്രൂ ആണ് എല്ലാം നടക്കുന്നത്. അപ്പം അവർ വന്ന് പറയുന്നു, നമ്മൾ നടത്തുന്നു. പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ ക്യാമ്പസിലെ സ്റ്റുഡൻസിന് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നുന്ന ഡൊമെയിൻ ചൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് ജനറലി ക്യാമ്പസ് കമ്മ്യൂണിറ്റി.
ഓർ ആസ് പെർ അവൈലബിലിറ്റി ഓഫ് മെന്റേഴ്സോ ആ ടൈമിൽ ഏത് ഡൊമെയിൻ ആണോ ബൂം ചെയ്ത് നിൽക്കുന്നത് ആ ടോപ്പിക്സോ എടുത്തിട്ട് സ്റ്റഡി ചെയ്യാമോ ലേണിംഗ് ആക്ടിവിറ്റീസോ നടത്താറുണ്ട്. CMP-യിൽ എന്തിന്റെ ബേസിലാണ് നിങ്ങൾ ആക്ടിവിറ്റീസ് നടത്തുന്നത്? ഞങ്ങളിപ്പം അടുത്ത സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് ഓൾറെഡി അറിയാം. എയും മെഷീൻ ലേണിംഗ് ആണ് ഇപ്പം ട്രെൻഡായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഫാക്കൽറ്റിയായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴും സീനിയേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴും അതിപ്പോൾ ടോട്ടലി ഓവർ ക്രൗഡായി. അപ്പം പിന്നെ ബാക്കിയുള്ള ഫീൽഡ്സോടെ എക്സ്പീരിയൻസും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് അവർ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈബർ സെക്യൂരിറ്റിയിലേക്ക് പോകാം, അത് അവർ തന്നെ എടുത്തോളാം, മെന്റേഴ്സ് പുറത്തുനിന്ന് ആരും കൊണ്ടുവരണ്ട, അവർ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞത്. സോ അമലും അശ്വിൻ എന്ന് പറയുന്നത് അവരാണ് മെന്റേഴ്സ് എടുക്കുന്നത് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിങ്ങിൽ. നമ്മൾ എല്ലാം സ്ട്രക്ചർ ചെയ്ത് കൊടുത്തു. അവര് സിലബസ് ഉൾപ്പെടെ എല്ലാം പ്ലാൻ ചെയ്ത് ഈ 5 days സ്റ്റഡി ചെയ്യാൻ കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്ത് നടത്തുമായിരുന്നു. ടോട്ടലി പറയാൻ നമുക്ക് ഒരു ഇതില്ല, ഒരു ഹെഡേക്ക് ഇല്ല, ഒന്നുമില്ല. കാരണം നമ്മൾ അറിയിക്കുന്നു, നമ്മൾ അതിനനുസരിച്ചുള്ള റിസോഴ്സസും പെർമിഷൻസ് എല്ലാം റെഡി ആക്കി കൊടുക്കുന്നു. അവരാണ് എല്ലാം സ്മൂത്ത് ആയിട്ട് കൊണ്ടുവന്നു. അങ്ങനെ പോകുന്നില്ല. ഈ ഫസ്റ്റ് ഇയേഴ്സും സെയിം ഡൊമൈനിൽ തന്നെയാണോ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്? AIML സൈബർ സെക്യൂരിറ്റി ആണ് ഇപ്പോൾ ക്യാമ്പസ് പ്രൈമറിലി പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഈ പറയുന്ന ഡൊമൈൻസ് തന്നെയാണോ ഫസ്റ്റ് സ്റ്റുഡൻസിലും പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്? അതെ അതെ, അവർക്കും എത്തിക്കൽ ഹാക്കിങ്ങും സൈബർ സെക്യൂരിറ്റി, പിന്നെ ഇപ്പം റോബോട്ടിക്സിൽ അത് കൂടുതലും കുറച്ചും കൂടി ഫസ്റ്റ് ഇയേഴ്സ് കയറി വന്നതാണ് റോബോട്ടിക്സ്. അതിൽ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു എത്തിക്കൽ ഹാക്കിംഗ് ആയിരുന്നു ഫസ്റ്റ് ഞങ്ങൾ കയറിയ സമയത്തുള്ള വർക്ക്ഷോപ്പ്. അതിലെല്ലാവർക്കും അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ പേരിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ റോബോട്ടിക്സ് വന്ന സമയത്ത് കുറച്ചും കൂടി എല്ലാവരും അറിഞ്ഞു. പിന്നെ അതിൽ വർക്ക്ഷോപ്പിൽ കയറി, പിന്നെ സ്റ്റഡി ജാംസിലും എല്ലാവരും കയറുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യം ചെയ്ത ആക്ടിവിറ്റി എന്തായിരുന്നു? ആദ്യം ചെയ്ത ആക്ടിവിറ്റി നമ്മൾ ഓൺലൈനായിട്ട് ITK അല്ലെങ്കിൽ അപ്പം തന്നെ കുഴിയണ്ട പറഞ്ഞുള്ള സ്റ്റഡി ചെയ്യാമായിരുന്നു. യൂസേഴ്സ് പ്രോജക്റ്റിന് മുന്നായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം, അതിനുവേണ്ടിയുള്ള ലാംഗ്വേജും ഫ്രെയിം വർക്ക്സും ടൂൾസും റിസോഴ്സും ഒക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ടുള്ള സ്റ്റഡി ചെയ്യാമായിരുന്നു. പേരെന്താ അങ്ങനെ? അത് മറ്റേ ലാസ്റ്റ് ഇയർ ബെസ്റ്റ് പ്രൊജക്ട്. യൂസ്ലെസിന്റെ ബെസ്റ്റ് പ്രോജക്റ്റ്. അപ്പൊ അങ്ങനെ തന്നെ എൽസിനെ പ്രപ്പോസ് ചെയ്ത പേര്. അപ്പം അത് വെച്ച് ഞങ്ങൾ പോകാൻ വിചാരിച്ചു. ഈ പറയുന്നതിനകത്ത് തന്നെ നിങ്ങൾ ഫാക്കൽറ്റിനെ പറ്റി കുറെ സംസാരിക്കുന്നുണ്ട്. എത്ര സപ്പോർട്ടീവ് ആണ്? നമുക്ക് നമ്മുടെ ഫാക്കൽറ്റി കോർഡിനേറ്റർ ദീപ മിസ് എന്ന് പറഞ്ഞ മിസ്സാണ്. മിസ് ടോട്ടലി ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ ബാക്കി കുറച്ച് ഇപ്പം കമ്പാരിറ്റീവ് നോക്കുവാണെങ്കിൽ ഫാക്കൽറ്റി അത്ര കുഴപ്പമില്ല. കുറച്ച് നാൾ മുന്നേ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. വെച്ചാൽ പിള്ളേരെ ഇങ്ങനെ പരിപാടിക്ക് വിടാൻ പറ്റത്തില്ല, അക്കാഡമിക്സ് നോക്കണം, ക്ലാസ് കട്ട് ചെയ്ത് പോവുക, അതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം കഴിഞ്ഞ വർഷത്തിനേക്കാളും പിള്ളേരെന്തെങ്കിലും പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പുസ്തകം മാത്രം പഠിച്ചാൽ പോരാ, കുറച്ചുകൂടെ വെറൈറ്റി അവർക്ക് എന്താണോ വേണ്ടത് അവരത് പഠിക്കുന്നുണ്ടെന്ന് ഫാക്കൽറ്റീസിനോട് ബോധ്യമുള്ളതുകൊണ്ട് അവർ കുറച്ചുകൂടെ സപ്പോർട്ടീവ് മുൻ വർഷത്തേക്കാളും. അപ്പം ഇന്ന് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് തിങ്കർ ബോജിനോട് എന്ന് പറയുമ്പോൾ ഓക്കെ യു ക്യാൻ അറ്റൻഡ്, പോയിട്ട് വാന്ന് പറയും. പക്ഷെ നേരത്തെ ആകുമ്പം പറയും അറ്റൻഡൻസ് ഷോർട്ടേജ് ആണ്, അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നൊക്കെയാണ് സാധാരണ പറയുന്നത്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. അറ്റ് കോർ നിങ്ങളുടെ ക്യാമ്പസിനെ പറ്റി പറയാവോ? നമ്മൾ പറയുന്ന ക്യാമ്പസ് ടോട്ടലി Tier 3 കോളേജ് തന്നെയാണ്. അപ്പം നമ്മള് ബാക്കി ആപ്പാടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന IDC-യും തിങ്കറബും മാത്രമേ ഉള്ളൂ. പിന്നെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള NSS-ഉം NCC-യും ഉള്ളൂ. അപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യില്ല. കുറെ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ജൂനിയേഴ്സും ജസ്റ്റ് കോളേജ് വരുന്നു, അക്കാഡമിക്സ് ഫോളോ ചെയ്യുന്നു, പാസ്സാവുന്നു. അവർക്ക് പുറത്തോട്ടുള്ള ഡൊമൈൻ അല്ലെങ്കിൽ പുറത്തുള്ള ടെക് വേൾഡിൽ എന്താ നടക്കുന്നതെന്ന് അവർ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അറിയത്തില്ല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അതിന് ഇപ്പോൾ ജൂനിയേഴ്സിനിടയിൽ 4th ലാസ്റ്റ് ഇയർ വരുമ്പോൾ കുറച്ച് പാടാണ്. പക്ഷെ ജൂനിയേഴ്സിനിടയിൽ ഒരു ചേഞ്ച്, ഒരു റെവല്യൂഷൻ നടക്കുന്നുണ്ട്. വെച്ചാൽ അവർക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യണം, പുറത്തുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും പഠിക്കണം. അപ്പം അവർ ഇവിടെ തിങ്കർ സ്പേസിൽ വന്ന് പങ്കെടുക്കാറുണ്ട്, കൺഫറൻസ് ഉണ്ടാക്കാറുണ്ട്, പല പരിപാടിയും മാത്സ് വരെ നോക്കുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് അക്കാഡമിക്സ് മാത്രം ഫോളോ അപ്പ് ചെയ്യാതെ അത് നോക്കുന്നുണ്ട് മാത്സ്. അപ്പം അത് ലാസ്റ്റ് 2-3 വർഷം എടുക്കുവാണെങ്കിൽ അതൊന്നും ഇല്ലായിരുന്നു. ടോട്ടലി ഡ്രൈ ആയിട്ടുള്ള അക്കാഡമിക്സിന് വേണ്ടി മാത്രം വരുന്ന പിള്ളേരായിരുന്നു. ഇപ്പം അത് മാറി അക്കാഡമിക്സും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇപ്പം കറക്റ്റായിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്കിംഗ് ചെയ്യുന്നുണ്ട്, എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫൗണ്ടേഷൻസ് ഞങ്ങൾ കോൺസ്റ്റന്റ്ലി ഉള്ള ഡയലോഗാണ് എങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റുക. ആക്ടിവിറ്റീസ് എപ്പോഴും റൺ ചെയ്യുന്നത് കൊണ്ട് നെസസറിലി ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ആകണം എന്നില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കമ്മ്യൂണിറ്റീനാക്കുന്നതിനകത്തുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. അറ്റ് ഒരു കോർ ടീം സൈഡിലോ ഒരു ക്യാമ്പസ് കമ്മ്യൂണിറ്റി സൈഡിലോ ലീഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് എന്ന നിലയിൽ വാട്ട് എഫേർട്സ് ഹാവ് യു പുട്ട് ഇൻ ടു ഡെവലപ്പ് ഒരു കമ്മ്യൂണിറ്റി ആസ് സച്ച്? നമ്മള് ഒരു സീനിയർ ജൂനിയേഴ്സ് ബന്ധം അങ്ങനെ ഒരു കണക്ഷൻസ് അല്ല. ടോട്ടലി എല്ലാവരും ഒരു ലെവലിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും എല്ലാവരും അങ്ങനെ കളിയാക്കി
സെഷൻസ് ഉണ്ട്. ഇപ്പൊ സ്റ്റഡി ജാം എടുത്താൽ നമ്മള് ഈ 4 പേര് കൂടി ഇരുന്നാൽ കൂടെ ഇരിക്കുന്ന ഒരാളെ കളിയാക്കും. ഫണ്ണായിട്ട് എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ സീരിയസ് ആവേണ്ട അടുത്ത് പ്രൊജക്ട് ചെയ്യേണ്ട അടുത്ത് അവർ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യേണ്ട സമയത്ത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, ബോണ്ട് ചെയ്യേണ്ട അടുത്ത് എല്ലാം അവർ കറക്റ്റായിട്ട് എല്ലാം ഒന്നിനും എല്ലാം ഈക്വൽ ലെവലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ ഒന്ന് നമ്മൾ ഇതും സ്റ്റഡി ജാം വെക്കുമ്പോൾ ഇത് നിങ്ങൾ പഠിച്ചേ പറ്റൂ, നിങ്ങൾ ക്ലാസ് ഇരിക്കുന്ന പോലെ അറ്റൻഡ് അങ്ങനെ ഇരിക്കുകയല്ല. നമ്മൾ ഒരാൾ കൊടുക്കുന്നു, അവർ തമാശ പറയുന്നു, സോ സുഖമായിട്ട് അത് പോകുന്നു. അങ്ങനെ പോയി അവർക്ക് സെൻസ് ഓഫ് ബിലോങ്ങിങ്. ഇത് അവരുടെ കൂടി സ്പേസ് ആണ്. ഈ കോർ ടീമിന്റെ അല്ലെങ്കിൽ സബ് ടീമിന്റെ മാത്രം സ്പേസ് അല്ല, ഇത് അവർക്കൂടെ ബിലോങ്ങിങ് സ്പേസ് ആണ്. അവർക്ക് ഒരു ഫീലിംഗ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവരും കൂടി കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ ടൈമും എഫേർട്ടും എല്ലാം ഇട്ട് ഇങ്ങോട്ട് പറയും, ചേട്ടാ നമുക്ക് ഇത് ഇങ്ങനെ എടുത്താൽ കൊള്ളാം, അപ്പം എങ്ങനെ എടുക്കാൻ പറ്റുമോ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം അത് നമ്മൾ മാക്സിമം നോക്കും. ഒരു ഹൈറാർക്കി ഇല്ലാതെ എല്ലാവരും ഒരേ ലെവലിരുന്ന് ഒരു കോമൺ ഗോളിന് വേണ്ടി ബെറ്റർ ഓഫ് അവർ കോളേജ്, അതാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പം അതിനുവേണ്ടി എല്ലാവരും കോർ ടീമെന്നില്ല സബ് ടീമെന്നില്ലാതെ എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യുകയാണ്. അപ്പം അവർക്കൊരു സെൻസ് ഓഫ് ബിലോങ്, ഏതാണ് അവരുടെ സ്പേസ് മനസ്സിലാകുന്നത്. ലേണിംഗ് ആക്ടിവിറ്റീസിന്റെ ഇടയിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഉണ്ട്. എന്തെങ്കിലും എല്ലാ ഇവന്റ്സിലും നമ്മൾ ആക്ടിവിറ്റീസ് അതിന് വേണ്ടിയിട്ടുള്ള ടൈം മാറ്റി വെക്കാറുണ്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. ഹാഫ് ആൻ അവർ നമ്മൾ പിള്ളേർ തമ്മിൽ, അതായത് കുട്ടികൾ പഠിക്കാൻ വരുന്ന പിള്ളേർ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വരാൻ വേണ്ടി ഒരു ആക്ടിവിറ്റീസ്, ചിലപ്പോൾ ഫണ്ണായിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും വർക്കായിട്ട് നമ്മൾ കൊടുക്കും. അത് കൊടുത്തിട്ട് അവരെന്ന് വെച്ചാൽ പുതിയ ഇപ്പം ജൂനിയേഴ്സ് ആണെങ്കിൽ പോലും പുതിയ പിള്ളേരായതുകൊണ്ട് അവർക്ക് അധികം കമൻ്റായിരുന്നു കയ്യപ്പം ഉണ്ടാകത്തില്ല. അപ്പം നമ്മളത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ആക്ടിവിറ്റി കൊടുത്തിട്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് അവരെ ഒന്നിച്ച് നേരം വർക്ക് ചെയ്യിപ്പിക്കുക, അങ്ങനെ ഇത് കൂടെ കൊണ്ടുവരും ഓരോ ഇവന്റിൽ. ഫണ്ണായിട്ടുള്ളതായിരിക്കും എടുക്കുന്നത്, ടെക്നിക്കൽ സൈഡ് തന്നെ എടുക്കണം എന്നില്ല. അവർക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ ആദ്യം തന്നെ ടെക്നിക്കൽ പറയുമ്പോൾ ചിലപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ കൊടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനും നോക്കാറുണ്ട്. കൂടുതലും അങ്ങനെയുള്ള ആക്ടിവിറ്റി ടൈംസ് ഒക്കെ ഫൺ മൊമെന്റ്സ് ആയിട്ട് നമ്മൾ എടുക്കാറുള്ളത്. അതുപോലെ ഹൈറാർക്കിസ് അതുപോലെ സീനിയേഴ്സിന്റെ അങ്ങനെ ഒരു ബന്ധം നമ്മൾ വെക്കാറില്ല. അതൊക്കെ കൊണ്ട് അവർ നമ്മളോട് നല്ല കണക്ട് ആയിട്ട് പോകുന്നുണ്ട്. ക്യാമ്പസിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണുള്ളത്? CS ഉണ്ട്, CS അണ്ടറിൽ തന്നെ 2 ബ്രാഞ്ച് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസും കമ്പ്യൂട്ടർ ബിസിനസ് സിസ്റ്റം. ഇലക്ട്രിക്കൽ അണ്ടറിൽ ഇലക്ട്രോണിക്സ് ട്രിപ്പിൾ ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ. ഇതില് എല്ലാവരും ഒരേപോലെയാണോ ക്യാമ്പസ് കമ്മ്യൂണിറ്റിയുടെ പാർട്ട് ആവുന്നത്? കഴിഞ്ഞ കൊല്ലം അങ്ങനെ അല്ലായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ്, ട്രിപ്പിൾ പിന്നെ CS, ഇവര് 3 മെക്കും സിവിലും ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന ഒരു ഇതിലായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ അവരെയും കൂടെ കൂട്ടിയിട്ട് വന്നു. അപ്പം കുറെ കൂടെ അവരുടെ നിന്ന് കുറച്ചുകൂടെ അത്യാവശ്യം റെസ്പോൺസ് ഉണ്ട്, കുറച്ചുകൂടെ റെസ്പോൺസ് ഉണ്ട്. അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. കാരണം എന്താ വെച്ചാൽ അവര് ഓരോ ഇവന്റ് കഴിയുമ്പോൾ പറയുമായിരുന്നു, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല, അങ്ങോട്ട് ഇതൊന്നും വരുന്നില്ല, കാരണം വേറെ ബ്ലോക്കാണ്, അങ്ങോട്ട് ഇതൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് ഞങ്ങൾ കോർ ടീം തീരുമാനിച്ചു, എന്തുകൊണ്ട് അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൂടാ, അവർക്ക് കൂടെ ഒരു ഈവന്റ് വെക്കുക. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ട് ഞങ്ങൾക്ക് പറയാവുന്ന രീതിയിൽ അവരെ കൂടെ പഠിപ്പിക്കുക, എന്നിട്ട് അവർക്കറിയാവുന്ന ഞങ്ങളിവിടെ പഠിക്കുക. ആ രീതിയിലാണ് ഇപ്പൊ കറണ്ടിൽ അങ്ങ് പോകുന്നത്. പിന്നെ മെക്കാനിക്കൽ സിവിൽ നമുക്ക് എടുക്കുമ്പോൾ കാരണം നമുക്ക് പ്രോപ്പറായിട്ട് അവരുടെ ടെക്സ്റ്റാക്ക് അല്ലെങ്കിൽ അവർക്ക് ഡൊമൈനാണ് നമുക്ക് അറിയത്തില്ല. സോ നമ്മൾ അവരുടെ സീനിയേഴ്സിനോട് അപ്രോച്ച് ചെയ്ത് എന്താ അവർ ഡിമാൻഡ് ചെയ്യുന്നത് അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ടാർഗറ്റ് ചെയ്തില്ല, എല്ലാം ഒരു ജനറലായിട്ട് എല്ലാവരും മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് തന്നെ കൊണ്ടുപോകാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈവന്റ്സ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ലാസ്റ്റ് സൈബർ സെക്യൂരിറ്റി എടുത്താലും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ടായിരുന്നു, റോബോട്ടിക്സ് എടുത്തപ്പോഴും ഇലക്ട്രോണിക്സും CS ഉണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത് പ്ലാൻ ചെയ്യുമ്പോൾ സിവിലിനും മെക്കാനിക്കലിനും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാക്ക് കണ്ടുപിടിക്കാൻ, അതിന് മെന്റർ 4th ഇയറിൽ തന്നെ കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. ഫൗണ്ടേഷനിൽ നിന്ന് നമ്മൾ എൻ്റയർ ക്യാമ്പസിന്റെ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ ബിഗിനിങ്ങിലായിരുന്നു നമ്മൾ ആ ഹോൾ സ്ട്രക്ചർ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തത്. ലാസ്റ്റ് ഇയർ ആണ് ആ എൻ്റയർ സിസ്റ്റം നമ്മൾ കുറച്ച് ചേഞ്ച് ചെയ്തത്. ബിക്കോസ് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് അറൌണ്ട് ദ വേൾഡ്, ഇപ്പം പഠിപ്പിക്കുന്ന രീതിയോ ഓർ എന്തൊക്കെ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആണോ ചെയ്യിപ്പിക്കുന്നത്, അത് മൈറ്റ് നോട്ട് ബി ദ ഐഡിയൽ വേ ടു ഫോർ പീപ്പിൾ ടു ലേൺ. അതുകൊണ്ട് വി മെയ്ഡ് കുറേ ചേഞ്ച്. ബട്ട് അറ്റ് കോർ കമ്മ്യൂണിറ്റി ആക്കുന്നത് എന്താണെന്ന് അറ്റ് ഫൗണ്ടേഷൻ ലെവലിൽ ഞങ്ങളും ഡിഫൈൻ ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ബിഗ്ഗസ്റ്റ് പാർട്ട് ഓഫ് ടിങ്കറബ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യങ് മേക്കേഴ്സ് ആണ്, വിച്ച് ഇസ് ക്യാമ്പസ് കമ്മ്യൂണിറ്റിയിൽ ഉള്ള സ്റ്റുഡൻസ് തന്നെയാണ്. ഞങ്ങളുടെ കോൺസ്റ്റന്റ് കൺസേൺ വാസ് ഫുള്ളി ഇൻട്രസ്റ്റ് ചെയ്ത് മേ ബി ക്യാമ്പസ് ലീഡ്സിനെ ഇൻട്രസ്റ്റ് ചെയ്തിട്ടാണ് ആ ക്യാമ്പസ് പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഓവറോൾ കോർ ടീമായിട്ട് 2 മാസത്തിൽ ഒരിക്കലാണ് ഫൗണ്ടേഷനിൽ ആരെങ്കിലുമോ കൗൺസിൽ ആരെങ്കിലുമോ കണക്ട് ചെയ്യുന്നുണ്ടാവുക. ബട്ട് ലീഡ്സ് ആർ ഇൻ ഡയറക്റ്റ് ടച്ച് വിത്ത് ദ ഫൗണ്ടേഷൻ. ബട്ട് ഗിവൺ ദ സെയിം ലാസ്റ്റ് ഇയർ വെൻ വി വർ ക്യൂറേറ്റിംഗ് ഇയർലി കലണ്ടറോ ഓർ വിക്കിയോ ക്യൂറേറ്റ് ചെയ്യുമ്പം വി ഹാഡ് ഫുൾ ഫെയ്ത്ത് that the people whom we choose as campus leads, അവർക്ക് ആ വിക്കിയെ പറ്റി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ they'll go back to campus and make some magic. നിങ്ങളുടെ പെർസ്പെക്റ്റീവില് each of you in your core team define community in your own terms and why
നിങ്ങളുടെ ഐ ഡു അണ്ടർസ്റ്റാൻഡ് കമ്മിങ് ഫ്രം ബിടെക് ബാക്ക്ഗ്രൗണ്ട് വാട്ട് ഓൾ പ്രഷർ ആൻഡ് സ്കെഡ്യൂൾ യു ഹാവ് ഇൻ ക്യാമ്പസ് ആൻഡ് ഒബ്വിയസ്ലി നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ യു മൈറ്റ് ബി ഡൂയിങ് യുവർ ഓൺ പേഴ്സണൽ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്സ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഐ എം നോട്ട് ഷുർ നിങ്ങൾ എത്ര പേര് വേറെ കമ്മ്യൂണിറ്റീസ് വോളണ്ടിയർ ചെയ്തിട്ടുണ്ടെന്നും അറിയില്ല. ബട്ട് വൈ വുഡ് യു ഓപ്റ്റ് ടു സ്റ്റാൻഡ് ഫോർ ദ വിഷൻ ഓഫ് ടിങ്കറപ്പ്? പിയർ ടു പിയർ ലേണിംഗ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ബട്ട് വൈ വുഡ് യു ബി എ സ്ട്രോങ് ഫുട്ട് ഇൻ ദാറ്റ്? വൈ കോർ ടീം ഓഫ് ടിങ്കറപ്പ്? ഫോർ മീ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഫാമിലി പോലെയാണ്. അവിടെ നമ്മൾ ബിലോങ് ചെയ്യണം. എന്നുവെച്ചാൽ നമുക്ക് ആ സ്പേസ് നമുക്ക് ഗ്രോ ചെയ്യാനും ബാക്കിയുള്ള നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ഗ്രോ ചെയ്യാനും ഒരു സ്പേസ് ആയിരിക്കുന്നത്. അപ്പം തിങ്കറപ്പ് എന്ന കമ്മ്യൂണിറ്റി അവിടെ വരുന്നത് ജസ്റ്റ് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം മാത്രമായിട്ടല്ല, ബാക്കിയുള്ളവർക്ക് അവരുടെ ഇൻപുട്ടും ബാക്കിയുള്ളവരുടെ എഫേർട്ടും അവരെ തന്നെ ഷോക്കേസ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം അവർക്ക് എന്ത് അപ്രോച്ച് ചെയ്താൽ നമ്മൾ റെഡിയാണ്, എന്ത് ഹെൽപ്പിന് നമ്മൾ റെഡിയാണ്. സോ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും റെഡിയാണ്. സോ അവർക്കൊരു ഗ്രോ ചെയ്യാനും നമ്മളെ ഗ്രോ ചെയ്യാനും സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല ക്യാമ്പസിന് മൊത്തമായിട്ടൊരു ഗ്രോത്ത്. ടോട്ടൽ ലാസ്റ്റ് ഞാൻ ഫസ്റ്റ് 2 ഇയർ ഒരു കമ്മ്യൂണിറ്റിയിൽ പാർട്ടല്ലായിരുന്നു. എനിക്കൊരു കമ്മ്യൂണിറ്റി അറിയത്തില്ലായിരുന്നു. ആ 2 വർഷം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്തു. അക്കാഡമിക്സ് മാത്രം ഫോളോ ചെയ്തിട്ട് ഒരാളാണ്. അവിടെ ബെസ്റ്റ് വന്നു പോകുന്നു, ഒരു ആക്ടിവിറ്റി ഇല്ല, ഒരു ലേണിംഗ് ഇല്ല, ഒന്നുമില്ല. സോ 3rd ഇയറിലേക്ക് തിങ്കറപ്പിലേക്ക് വരുമ്പം അത് മാറ്റണം. അതായത് 4th ഇപ്പോൾ ക്യാമ്പസ് ലീഡ് ആയപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ടൈം ഇടാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ള ആ ചേഞ്ച് ഇന്നൽ ത്രൂ അല്ലെങ്കിൽ എൻ്റെ കോർ ടീം ത്രൂ നടക്കുവാണെങ്കിൽ ഐ എം ഹാപ്പി. ഒരു തിങ്കറപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കമ്മ്യൂണിറ്റി കൂടുതൽ അതിനോട് ഒരു ടൂൾ, നമ്മൾ കമ്മ്യൂണിറ്റി ടൂളായിട്ടാണ് ഇത് ക്യാമ്പസ് ഗ്രോ ചെയ്യാൻ പറ്റിയ ഒരു ടൂളായിട്ട് ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസ് കൊണ്ടുവരുവാണെങ്കിൽ അതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്ത് നമുക്ക് ബെറ്റർ ക്യാമ്പസ് തന്നെ ബെറ്റർ ആക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് പിള്ളേർക്ക് ഇനി വരാൻ ഞാൻ ഈ കഴിഞ്ഞ് ഇറങ്ങും, ഇനി അടുത്ത് വരുന്ന പിള്ളേർക്ക് അവിടെ ഗ്രോ ചെയ്യാം, അവർക്ക് അവരുടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഇതാണ് ഞങ്ങൾ കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഗ്രോ ചെയ്യാൻ പറ്റണം. ഞാൻ വരുന്ന 2nd സെമ്മിൽ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ കോളേജിൽ വന്നേക്കുമ്പം അവിടെ വേറെ കമ്മ്യൂണിറ്റി ഒന്നുമില്ല. ആകെയുള്ളത് മ്യൂലേൺ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷെ അത് ഓൺലൈനായിട്ട് എന്തോ ടാസ്ക് കുറച്ച് വെച്ചിട്ടായാലും നമുക്കത് എത്ര കർമ്മ പോയിന്റ് എത്തിയാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേരൊക്കെ ആദ്യമേ തുടങ്ങി, പക്ഷെ പകുതി വെച്ച് പലരും ഡ്രോപ്പ് ചെയ്ത്. പിന്നെ ഉള്ളത് IEDC ആണ്. പക്ഷെ അതിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. അപ്പം വേറെ എനിക്ക് കമ്മ്യൂണിറ്റി വേറെ ഒന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് തിങ്കറബിലേക്ക് വരുന്നത്. കുറേ പഠിക്കാൻ പറ്റി. ബേസിക്കലി ഞാൻ പഠിക്കുന്നത് ഇലക്ട്രോണിക്സ് ആണ്. പക്ഷേ എനിക്ക് കോഡിങ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പഠിക്കാൻ താല്പര്യമുണ്ട്. മെന്റേഴ്സായിട്ട് വരുന്നത് എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കൂടെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കുറേയൊക്കെ പഠിക്കാനും പിന്നെ കുറേയൊക്കെ ബിൽഡ് ചെയ്യാനൊക്കെ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാനെങ്കിലും പറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറെ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട സാധനമാണ്. ഒബ്വിയസ്ലി നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബിയോണ്ട് ദാറ്റ് ഓർ ഇൻക്ലൂഡിംഗ് ദാറ്റ് എന്തൊക്കെയാ ആസ് കോർ ടീം മെമ്പേഴ്സ് ചാലഞ്ചസ് ദാറ്റ് യു ഫേസ് ആൻഡ് അല്ലാതെ ക്യാമ്പസ് കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം കുറച്ച് നാളത്തേക്ക് നമ്മൾ തിങ്കറപ്പ് തുടങ്ങുമ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ നിർത്തി വെച്ച് പിന്നെ അവിടെ സ്റ്റഡി ചെയ്യുമ്പോൾ കുറച്ച് ഫാക്കൽറ്റി ബാക്കിയുള്ള കൺസേൺ ആണ്, ഇത് പഠിച്ച ബാക്കി അക്കാഡമിക്സ് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അത് ഗ്രാജുവലി നമ്മൾ ചേഞ്ച് ചെയ്ത് ഔട്ട്പുട്ട് കാണിച്ചു തുടങ്ങിയപ്പോൾ പിള്ളേർ ഗ്രോ ചെയ്യുന്നുണ്ടവർക്ക് മനസ്സിലായപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടി മാറ്റി കിട്ടി. ആ ഒരു ഡിഫിക്കൽട്ടി ആയിരുന്നു ഫസ്റ്റ് നമുക്ക് പിള്ളേരെ എത്തിക്കുക, അവർക്ക് മാക്സിമം എഫേർട്ടായിട്ടുള്ള അവർക്ക് വർത്തായിരിക്കണം, ജസ്റ്റ് അവർ വന്ന് കളയാൻ പാടില്ലല്ലോ. അതൊരു ചാലഞ്ചായിരുന്നു. എന്തുണ്ട് ഫാക്കൽറ്റി സൈഡ് ആണെങ്കിൽ ഫാക്കൽറ്റി സൈഡോട് പറഞ്ഞാൽ അത് എങ്ങനെയും ക്ലിയർ ചെയ്യും. ടീമായിട്ടാണെങ്കിലും എല്ലാവരും ടീം ഒരു പോലെ വർക്ക് ചെയ്യുന്നത്. സോ വേറെ ചാലഞ്ചസ് അങ്ങനെ പിന്നെ വരുന്നത് എന്തെങ്കിലും ഓവർനൈറ്റ് ഹാക്കത്തോണൊക്കെ വരുമ്പോൾ ചിലർ പെർമിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ചെറിയ ചെറിയ ക്ലാഷസ് ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്താണ് അങ്ങനെ വരുന്നത്. വേറെ എന്തെങ്കിലും ചാലഞ്ച് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? അവരെ ഫസ്റ്റ് ടൈം ഇതിലേക്ക് വരുമ്പോൾ അവരൊന്ന് കൺവിൻസ് ചെയ്യാൻ നമുക്ക് കാരണം അവരിതിന് മുന്നേ ഹാക്കത്തോൺസോ അല്ലെങ്കിൽ ഇവന്റ്സോ ഒന്നും ചിലപ്പോൾ കണ്ടു കാണത്തില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അത് എന്താണെന്നുള്ള ഒരു ഐഡിയ ഓരോ ക്ലാസ്സിലും ചെന്നിട്ട് ഇത് ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ആദ്യം അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് കൺവിൻസ് ആയവർ കുറച്ച് പേരുണ്ടാവും. സെക്കൻഡ് റൗണ്ട് ആയിട്ട് അവരെ തന്നെ വെച്ചിട്ട് നമ്മൾ വീണ്ടും അവരുടെ ക്ലാസ്സുകളിൽ ചെന്ന് പറയിക്കുമ്പോൾ കുറേ കൂടെ അവർക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പം മുൻ വർഷങ്ങളിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു, അങ്ങനെ അധികം ആളില്ലായിരുന്നു. അത് നോട്ടീസ് കൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജി ഏറ്റെടുത്ത്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ഔട്ട്റീച്ചിന് മാത്രമല്ല, അപ്പം ബാക്കിയുള്ള കോർ ടീമുള്ളവരും അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും. പിന്നെ വോളണ്ടിയേഴ്സ് ആയിട്ട് വരാൻ താല്പര്യമുള്ള കുറച്ച് പേരുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ വന്നിട്ട് അവരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ക്ലാസ്സിലും പോയി ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ. ആദ്യം ഉണ്ടായിരുന്ന ഡിഫിക്കൽട്ടി ഇപ്പം അങ്ങനെയില്ല. ഇങ്ങനെ ഒരു പറഞ്ഞു കഴിയുകയാണെങ്കിൽ നിങ്ങൾ പോയി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഈവന്റ് വെക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ഞങ്ങൾ അവിടെ പോയി സംസാരിക്കുക എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മുൻ വർഷങ്ങളെക്കാളും അത്ര എഫോർട്ട് എടുക്കേണ്ടി വരുന്നില്ല. ഔട്ട്പുട്ട് കണ്ടു തുടങ്ങിയപ്പോൾ പിള്ളേർക്ക് മനസ്സിലായി ഇതിൽ നിന്ന് വരുവാണെങ്കിൽ സ്റ്റഡീസിന് അപ്പുറം കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്.
ഔട്ട്പുട്ട് കാണുന്ന എന്താ കാണുന്നത് ആക്ച്വലി? നമ്മൾ ജസ്റ്റ് സ്റ്റഡീസ് അവർ മാത്രമേ പഠിക്കുക, പരീക്ഷ എഴുതുക, അത് തന്നെയായിരുന്നു. ടെക്നോളജീസിനെ പറ്റിയിട്ട് അവർക്ക് വലിയ ഐഡിയാസ് ഒന്നുമില്ല. എന്താണോ നമ്മൾ പഠിക്കുന്ന ആ ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ. പക്ഷേ സ്റ്റഡി ജാംസ് അങ്ങനെ വരുമ്പോൾ അവർ കൂടുതൽ ടെക്നോളജീസിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. കൂടെ ഉള്ളവർ അതിനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവർക്കും ഒരു ഡൗട്ട് തോന്നി. പഠിക്കുന്ന കാര്യം മാത്രമല്ലല്ലോ, എക്സ്പ്ലോർ ചെയ്യാൻ ഇനി ഒരു സംഭവം ഉണ്ടെന്ന് അവർക്ക് തോന്നിയത് അപ്പോഴാണ്. അങ്ങനെയാണ് പിന്നീടുള്ള സ്റ്റഡി ജാംസിനൊക്കെ അവർ കയറാൻ തോന്നിയത്. എനിക്ക് ആക്ച്വൽ കോർ ടീം സ്ട്രക്ചറിൽ ബേസിക്കലി ഫസ്റ്റ് ഇയർ കോർഡിനേറ്റർ എന്ന് പറയുന്ന സാധനം കുറെ നാൾ മുമ്പ് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇയർ ആണ് ഐഡന്റിഫൈ ചെയ്തത് ദാറ്റ് ചില കോളേജസിൽ ഫസ്റ്റ് ഇയേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. ഹെൻസ് ദ റോൾ ഓഫ് ഒരു ഫസ്റ്റ് ഇയർ റെപ്രസെന്റേറ്റീവ് ഓർ കോർഡിനേറ്റർ എന്നുള്ളത്. CMP-യിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ? ഫസ്റ്റ് ഇയേഴ്സ് ഇനാക്റ്റീവ് ആണോ? ഫസ്റ്റ് ഇയേഴ്സിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇസ് ദർ എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് ഇയേഴ്സ് ആൻഡ് ദ സീനിയേഴ്സ് ഉണ്ടോ? ഫസ്റ്റ് ഇയേഴ്സ് പൊതുവെ ആക്റ്റീവ് ആണ്. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ഏതൊരു കമ്മ്യൂണിറ്റിയെക്കാട്ടിയും CMB-യിൽ ഏറ്റവും കൂടുതൽ തിങ്കർ ഹബ്ബാണ് ഇപ്പം മുന്നിൽ നിൽക്കുന്നത്. ഫസ്റ്റ് ഇയേഴ്സിന് ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ആദ്യം വന്നപ്പോൾ ഒരു പക്ഷേ ഓറിയന്റേഷൻ ക്ലാസ് കൊണ്ടൊന്നും വലിയൊരു ഐഡിയ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നീട് വർക്ക്ഷോപ്പ്, എത്തിക്കൽ ഹാക്കിങ്ങിന്റെയും റോബോട്ടിക്സിന്റെ ഒക്കെ വർക്ക്ഷോപ്പുകൾ വന്നപ്പോഴും, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരാൾ പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടി അവർക്കും അതിലേക്ക് പോകാനും, ഈ ക്ലാസ് റൂമിൽ മാത്രമല്ല ആക്ടിവിറ്റി പോയിന്റ്സിലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലോ മാത്രമല്ല കുറച്ചും കൂടി നോളജ് ഇരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരാൾ ആ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും, ഇതിന് എനിക്കും കൂടി പോകാം, എന്നിട്ട് ഇതിൽ നിന്ന് എന്താ എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അവർ അതിൽ മനസ്സിലാക്കും. ഇപ്പോൾ ഒരാൾ ആ ക്ലാസ്സിൽ പോയിരുന്ന് അവിടെ നിന്ന് പിയർ ഗ്രൂപ്പിൻസിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും ഇതെനിക്ക് പ്രയോജനപ്പെടും എന്ന് മനസ്സിലാവുന്നിടത്തോളം. അപ്പോൾ അതുകൊണ്ടാണ് അവർ കൂടുതൽ പേരും കൂടി പിന്നീട് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയേഴ്സ് നല്ല രീതിയിൽ ആക്റ്റീവായിട്ടാണ് പ്രോഗ്രാമിൽ ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ടിങ്കർ ഹബ് അറ്റ് ദ എൻഡ് ഓഫ് ദി ക്യാമ്പസ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കോർ ആയിട്ട് നോക്കുന്നത് സ്റ്റഡി ജാം എത്രത്തോളം എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടാണ് ആ ക്യാമ്പസിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് എത്രത്തോളം റിട്ടൻഷൻ ഓവർ സ്റ്റഡി ജാം ഉണ്ട് എന്നുള്ളതാണ്. എനിക്കൊന്നു വൺ തിങ് ദാറ്റ് CMB ഹാസ് ഡൺ ഡിഫറെന്റ്ലി, അറ്റ്ലീസ്റ്റ് ഞാൻ സംസാരിച്ചതിൽ നിന്ന് വെച്ചിട്ട്, യു ഡോണ്ട് സ്റ്റാർട്ട് എ സ്റ്റഡി ജാം വെറുതെ. യു ഡു എ വർക്ക്ഷോപ്പ്, സീ അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന്, ആൻഡ് ദെൻ യു ഗോ അഹെഡ് വിത്ത് ദ സ്റ്റഡി ജാം. Could you just give ഒരു example? Cybersecurity is one among the examples. Maybe that how did the workshop go and why did you choose cybersecurity വെച്ച് സ്റ്റഡി ജാം ചെയ്യാൻ? ഇങ്ങനെ ഒരു ഐഡിയ വന്നത് ഒരു അച്യുതിന്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ്. ഒരു വെബ് 101 എന്ന് പറഞ്ഞ പോസ്റ്റ് കണ്ടിട്ടാണ്. അത് വായിച്ചപ്പം എനിക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നി. എന്നുവെച്ചാൽ ഒരു വർക്ക്ഷോപ്പ് എടുത്തിട്ട് അതിന്റെ അവർ പറഞ്ഞത് കുറച്ച് പേർക്ക് പഞ്ചപ്പ് എടുക്കുന്നു, അവർ ത്രൂ ഒരു ട്രീ ബ്രാഞ്ച് പോലെ ബാക്കിയുള്ളവർക്ക് എടുക്കുന്നു. വെറുതെ എടുക്കാൻ പറ്റത്തില്ല. വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, അവർക്ക് അവരുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ, അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി ഇത് അവർക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാം, ഇത് അവരുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ജസ്റ്റിസ് ഇവന്റ് മാത്രമാണത്. അപ്പം അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും, ഇന്ററാക്ട് ചെയ്യും, മെന്റേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്യും. അപ്പം അവർ ഒരു എൻതുസിയാസം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതിൻ്റെ ഒരു ഇവാലുവേഷൻ കൂടെ കാണും. ആ ഇവാലുവേഷൻ ബേസിസ് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ബേസിസ് ആയിട്ടായിരിക്കും നമ്മൾ അവരെ സ്റ്റഡി ജാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഒന്ന് നമ്മൾ വർക്ക്ഷോപ്പ് എടുക്കുമ്പോൾ ബൾക്കായിട്ടാണ് 50 അല്ലെങ്കിൽ 60 പാർട്ടിസിപ്പൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ 2 or 3 മെന്റേഴ്സ് ആയിരിക്കും ആ ഒരു സമയത്ത് കാണുക. ഇവർക്ക് വർക്ക്ഷോപ്പ് എടുക്കുമ്പോൾ ഓവർവെൽംഡ് ആണ് ഇവര്. എത്ര പേര് എടുക്കുമ്പോൾ അവര് ഡൗട്ട് ക്ലിയർ ചെയ്യുക, അതേസമയം പറഞ്ഞു കൊടുക്കുക, ഓവർവെൽംഡ് ആവും. അപ്പം നമ്മൾ മെന്റേഴ്സിന്റെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ സ്റ്റഡി ജാമിൽ വരുമ്പോൾ കുറച്ച് 10 അല്ലെങ്കിൽ 15 പേര് എടുത്തിട്ട് അവരെ പഠിപ്പിക്കുക. സോ ഈ 15 പേര് നമ്മൾ പറയുന്നുണ്ട്, സ്റ്റഡി ജാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ബെസ്റ്റ് ആയിട്ടാണോ മാത്രമല്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇനി അത് അടുത്ത നിങ്ങൾക്കറിയുന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ലേൺ ചെയ്യിപ്പിക്കണം. അവിടെയാണ് നമ്മൾ പിയർ ലേണിംഗ് സ്റ്റാർട്ട് ആകുന്നത്. സോ അങ്ങനെയാണ് ഇപ്പം ഒരാൾ പഠിച്ചു, അയാൾ വന്ന് പറയാൻ തുടങ്ങി, അയാളുടെ സൈബർ സെക്യൂരിറ്റി ഇങ്ങനെയാണ് അങ്ങനെയാണ് പറയാൻ തുടങ്ങുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് 2 പേര് അവർക്ക് ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ അവരിരുന്ന് പഠിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ അങ്ങനെ ഒരാൾ തന്നെ അപ്പം 15 പേരുണ്ടായിരുന്നു. ആ 15 പേരിൽ 2 പേരെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ 30 അങ്ങനെ പോകും. അതാണ് പിന്നെ വളരെ. സോ അതോടാണ് ഞങ്ങൾ അങ്ങനെ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റഡി ജാം എടുക്കുന്നു, അത് ത്രൂ പിയർ ലേണിംഗ് കണ്ടിന്യൂ ചെയ്യുന്നത്. സ്റ്റഡി ജാമിനകത്ത് തന്നെ ടു ജസ്റ്റ് ഗിവ് ഒരു കോണ്ടെക്സ്റ്റ്, സ്റ്റഡി ജാം ബേസിക്കലി റെക്കറിംഗ് ആയിട്ടുള്ള ലേണിംഗ് പ്രോഗ്രാം ആണ്. ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റി ഡീപ്പായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി കണ്ടക്ടിങ് ഇവന്റ്സ് മൈറ്റ് നോട്ട് ബി ഒരു ഐഡിയൽ മെത്തേഡ്. ഒരു 1 to 3 hour വർക്ക്ഷോപ്പ് ആയിരിക്കും മാക്സിമം ഇവന്റ് കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടാവുക. ആൻഡ് വൺസ് ആ ഇവന്റ് കഴിഞ്ഞാൽ എത്രത്തോളം ആ സ്റ്റുഡൻറ് ഇൻഡിവിജ്വൽ ഏജൻസി വെച്ച് ഡെപ്തിൽ പോകും എന്നുള്ളത് ഹൈലി ക്വസ്റ്റ്യനബിൾ. സോ ഏത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ കൂടെയാണോ അവരൊരു സ്റ്റഡി ജാമിനകത്ത് കയറിയത്, മേ ബി ലെറ്റ്സ് സേ സൈബർ സെക്യൂരിറ്റി എന്ന സ്റ്റഡി ജാം എടുക്കുകയാണെങ്കിൽ
അതിന്റെ തന്നെ ഒന്നിലധികം സെഷൻസ് റെപ്പറ്റേറ്റീവ് ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ദിൽ ഗോ ഡീപ്പർ ഇൻ ടു ദ സെഷൻ. സോ അതിനകത്ത് തന്നെ ഒരു ഇൻഡിവിജ്വൽ എത്രത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് പ്രോഗ്രാമിൽ വരുന്നുണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ തന്നെയാണ് നമ്മൾ റിട്ടൻഷൻ എന്ന് വിളിക്കുന്നത്. സൈബർ സെക്യൂരിറ്റിയുടെ കേസിൽ തന്നെ റിട്ടൻഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? റിട്ടൻഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരുന്നു. കാരണം ഓൾമോസ്റ്റ് 90% എല്ലാവരും ഫുൾ അറ്റൻഡൻസോടെ നിന്നത്. പിന്നെ ചില കേസുകൾ മാത്രമേ ഉള്ളൂ, ചില ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ വന്നപ്പോൾ മാത്രമേ 2-3 സെഷൻ മിസ് ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും എല്ലാവരും സ്റ്റഡി ജാം കയറിയവരെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. റിട്ടൻഷൻ ആയിട്ട് അങ്ങനെ കുഴപ്പമില്ല തന്നെ പോയിട്ടുണ്ട്. സോ അവര് ഇനിയും നമ്മൾ ഇതിന്റെ ബാക്കപ്പ് ആയിട്ട് എല്ലാവരും ബൈ വീക്ക്ലി ഒരു മീറ്റപ്പ് വിളിക്കും, മെന്റേഴ്സും ഈ പറഞ്ഞ 15 പേര്. ഈ ടൈം ഗ്യാപ്പിൽ അവർ പഠിച്ച കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ അവർ ബാക്കിയുള്ളവർ പഠിപ്പിച്ച കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇനിയും 15 പേര് മാത്രമായിരിക്കില്ല സെഷനിൽ വരാൻ പോകുന്നത്, അതിന്റെ കൂടെ വന്നവരോട് പഠിച്ചവർ കൂടെ വരും. സോ അങ്ങനെ പോകാനാണ്. നിങ്ങൾ നടത്തുന്ന ആക്ടിവിറ്റീസിന് ഏതിനെങ്കിലും സ്റ്റുഡൻസ് ഇങ്ങോട്ട് ആക്ച്വലി സർട്ടിഫിക്കറ്റ്സ് ചോദിച്ചിട്ടുണ്ടോ? അവർ സർട്ടിഫിക്കറ്റ്സിന് വേണ്ടി സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യാറുണ്ടോ? ആദ്യമായിട്ട് വരുന്ന ഇവന്റ്സ് ചില പ്രോഗ്രാംസിലൊക്കെ അവർ ചോദിക്കും ഇത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ അല്ലെങ്കിൽ KTU പോയിന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടായിരിക്കും ആദ്യം അപ്രോച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ അല്ലാന്ന് പറയുമ്പോഴേ അവർ ഒന്നോ വേണ്ട എന്നുള്ള രീതിയിലാണ് പൊക്കൊണ്ടിരുന്നത്. പക്ഷെ ആ ഒരു ഫസ്റ്റ് ടൈമിൽ അവരൊന്ന് കയറ്റുന്ന ആ ഒരു റിസ്ക് ഫാക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഇവന്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി സർട്ടിഫിക്കറ്റോ പോയിന്റോ ഒന്നും അല്ല, അതിനപ്പുറം കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവരുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടാവാം, അവരിൽ നിന്ന് തന്നെ പറഞ്ഞവർ കേൾക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ഇവന്റ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പൊ നിന്നൂല്ലേ, അധികം ചോദ്യം അങ്ങനെ വരാറില്ല. സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാറില്ല തിങ്കറപ്പിന്റെ കാര്യത്തിൽ. യൂസ്ലെസ് പ്രൊജക്ട് വെച്ചപ്പോൾ ആദ്യം പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഇല്ല, ആക്ടിവിറ്റി പോയിന്റ് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു നൈറ്റ് നിന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നതല്ല പറ്റുന്ന എന്താണോ ഇൻട്രസ്റ്റ് എന്താണോ അത് ബിൽഡ് ചെയ്യുക. സംഭവം ഫ്ലോപ്പ് ആയാലും സക്സസ് ആയാലും ഇവിടെ ആർക്കും അതൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഒരു നൈറ്റ് ഇവിടെ ഇരുന്ന് പഠിച്ച് കൂട്ടത്തിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റുന്നോ അത് എക്സ്പീരിയൻസ് ചെയ്യുക. അതിനു വേണ്ടിയാണ് നടത്തുന്നത് പറഞ്ഞപ്പം കുറെ പേര് വലിഞ്ഞ് കുറെ പേര് പിന്നെ വന്നു. അപ്പം അത് കഴിഞ്ഞപ്പം ഈ വന്നവർ തന്നെ ഇതിന്റെ അടുത്ത് പിറ്റേ ദിവസം വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവർ തന്നെ ചോദിക്കുന്നു ഇനി അടുത്ത ഹാക്കത്തോൺ എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ജനറലി ക്യാമ്പസിനോട് ലാസ്റ്റ് ഇയർ എസ്പെഷ്യലി സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതല്ലാത്തൊരു ചലഞ്ച് അവർ പറയുന്നത് ആപ്പ് ത്രൂ ഉള്ള രജിസ്ട്രേഷൻ ആണ്. ബിക്കോസ് എവരിബഡി ഈസ് യൂസ് ടു ഗൂഗിൾ ഫോം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമിൽ വെറുതെ രജിസ്റ്റർ ചെയ്ത് കയറുന്നത്. തിങ്കറബിന് ബൈ ഇറ്റ് സെൽഫ് ഒരു ആപ്പ് ഉണ്ട്. ആൻഡ് കോർ ടീമിന് നിങ്ങളുടെ ലെവലിൽ മോണിറ്റർ ചെയ്യാൻ ഡാഷ്ബോർഡ്സ് ഉണ്ട്. ഹൈലി ടെക് ബാക്ക്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഹാസ് ഇറ്റ് ആക്ച്വലി ഹെൽപ്ഡ് യു? ആൻഡ് അറ്റ് യുവർ പെർസ്പെക്റ്റീവ് വൈൽ ക്യാമ്പസിലൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് റൺ ചെയ്യുമ്പോൾ ആപ്പ് നിങ്ങൾക്ക് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്? ആപ്പ് ഞങ്ങൾ മെറ്റാബേസ് എടുക്കുമ്പോഴേ തന്നെ കുറച്ചുകൂടെ ക്ലിയർ. ഇപ്പം ഞങ്ങൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. കാരണം അത് വെച്ചാണ് നമ്മൾ ഫാക്കൽറ്റി സൈഡിലേക്ക് കൊടുക്കുന്നത്. ആപ്പ് നമുക്ക് ഫാക്കൽറ്റി സൈഡ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 2 സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ആണ് കൊടുക്കുന്നത്. ഒന്ന് ആപ്പ് ത്രൂ രജിസ്റ്റർ ചെയ്യണം, സെക്കൻഡ് ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യണം. സോ ഇത് ക്രോസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആപ്പിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഗൂഗിൾ ഫോം ചെയ്യുന്നത് ഫാക്കൽറ്റി സൈഡിന് വേണ്ടി കീപ്പ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള മെറ്റാബേസും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര റേഷ്യോസ് എത്ര പേര് വരുന്നുണ്ട്, അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാവുന്നുണ്ട്. സോ ടോട്ടലി ആപ്പ് വെച്ച് നമുക്ക് ആപ്പും അതിന്റെ മെറ്റാബേസും എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര റിസോഴ്സ് ആണത്. ടോട്ടലി സ്ക്രീൻ ചെയ്യാൻ പറ്റും, ഭയങ്കര പെട്ടെന്ന് പറ്റുന്നുണ്ട്. റേഷ്യോനെ പറ്റി പറഞ്ഞുണ്ട്. വിമൻ ടെക്കിന്റെ ജെൻഡർ റേഷ്യോ എങ്ങനെയുണ്ട് ക്യാമ്പസിൽ? ഇതുവരെ നടത്തിയിട്ടുള്ള ഇവന്റ്സിൽ അങ്ങനെ വന്നിട്ടില്ല. 50%േക്കാളും കൂടുതലും ഗേൾസിന്റെ പാർട്ടിസിപ്പേഷനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഒരു കഴിഞ്ഞ വർഷം അതായിരുന്നില്ല, ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കാം. പക്ഷെ നമ്മൾ ആ ഓപ്പൺ മൈക്ക് സീരീസ് നടത്തിയ ടൈം മുതൽ എല്ലാവരും എൻഗേജ് ആയി തുടങ്ങി. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അതിന് സൈഡ് ഹസിൽ എന്നുള്ള ഒരു പോർഷനിൽ നമ്മൾ നമ്മുടെ ടെക് ഫെസ്റ്റിൽ ഒരു സ്റ്റാൾ വരെ ഇടാൻ, അതിന് പിള്ളേരുടെ തന്നെ ഐഡിയാസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തൊട്ടേ പിള്ളേർക്ക് നമ്മുടെ 3rd ഇയറും 2nd ഇയേഴ്സിനും അറിയാം എന്താണ് എങ്ങനെ ഇതിന്റെ പ്രോസസ്സ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ വന്ന എല്ലാത്തിലും കൂടുതലാണ് വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ. മെജോറിറ്റി ഓഫ് ദ ക്യാമ്പസിന് ആക്ച്വലി ഇറ്റ്സ് അതർ വേ അറൗണ്ട്, മെയിൽ പാർട്ടിസിപ്പേഷൻ ആണ് കൂടുതൽ. നമ്മൾ ഇവന്റിന് ഓരോന്ന് ഇൻക്ലൂഡ് ആക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നുണ്ടായിരുന്നു നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ടോക്ക് സെഷൻ പോലെ നമ്മൾ ഗേൾസ് വെറുതെ കൂടുന്ന പോലെ സംസാരിക്കും, ഇതൊക്കെയാണ് കാര്യങ്ങൾ. അവർക്ക് ഒരു ചെറിയൊരു ബേസിക് ഒക്കെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ടൂൾസിനെ പറ്റി പരിചയപ്പെടും, അതുപോലെ അറിയാത്ത ആൾക്കാർക്ക് അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നത്തെ കാര്യം നമുക്ക് ഹാക്കത്തോൺസും കാര്യങ്ങളും വരുമ്പോൾ അവർക്ക് നോക്കുന്നത് ഓവർനൈറ്റ് ആണ്, ചില വീടുകളിൽ സമ്മതിക്കില്ല എന്നുള്ള ഇഷ്യൂസ് വരും. അപ്പൊ ഞങ്ങളുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്, കോളേജ് കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്. ഫാക്കൽറ്റീസും അവിടെ ഉണ്ട്. സോ ആ ഒരു അഷുറൻസ് നമ്മൾ വീട്ടുകാർക്ക് ഓൾറെഡി കൊടുക്കും. അങ്ങനെയുള്ള സപ്പോർട്ട്. അപ്പോൾ ഹോസ്റ്റലും കൂടെ ഉണ്ട് എന്നുള്ള കാരണം വീട്ടുകാർക്കും അത് പ്രശ്നമില്ല.
ക്യാമ്പസിനകത്ത് തന്നെയായിട്ട് സെക്യൂർഡ് ആണെന്ന് തോന്നിയോണ്ടാണ് അവരെല്ലാത്തിനും കൂടെ വന്നത്. ഔട്ട്റീച്ച് ലീഡ് എന്ന നിലയിൽ ഒബ്വിയസ്ലി ക്യാമ്പസിൽ നടക്കുന്ന ആക്ടിവിറ്റീസിന് മാക്സിമം ഔട്ട്റീച്ച് ആൻഡ് പബ്ലിസിറ്റി കൊടുക്കുന്നത് ഇസ് വൺ എമംഗ് യുവർ റെസ്പോൺസിബിലിറ്റീസ്. അതിന് എന്തെങ്കിലും സ്പെസിഫിക്കലി ദാറ്റ് യു ഡു നിങ്ങളുടെ ക്യാമ്പസിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് മാക്സിമം സ്റ്റുഡൻസിലോട്ട് എത്തിക്കാൻ വേണ്ടി വാട്ട് ആർ ദ സ്പെഷ്യൽ എഫേർട്സ് ദാറ്റ് യു ടേക്ക്? ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഒറ്റ സ്ട്രാറ്റജിയുള്ളൂ. അതായത് കുറച്ച് പറഞ്ഞ പോലെ ആദ്യം വോളണ്ടിയേഴ്സ് ഉണ്ടാവും, ഇവരൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇത് പോയി എല്ലാ ക്ലാസ്സിലും ചെന്നിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്ന് പറയും. അവർ ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ ചെറിയപ്പം ഫണ്ട് വേറെ ഞങ്ങൾ കയ്യിൽ നിന്ന് തന്നെ ഇട്ടായിരിക്കും. A4 ഷീറ്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കിയ പോസ്റ്റർ നേരെ അവിടെ കൊണ്ടുവന്ന് എല്ലാ ക്ലാസ്സിലും പോയി കൊണ്ട് ഒട്ടിച്ച് അവരെ പോയി പറയുക, കൺവിൻസ് ചെയ്യുക. എന്നിട്ട് അതിനൊരു സെക്കൻഡ് റൗണ്ട് കൊടുക്കും. അതായത് ഇപ്പം ഒരു 50 പേരെ കൺവിൻസ് ആയിട്ടുള്ളെങ്കിൽ അവരെ തന്നെ വെച്ചിട്ട് സെക്കൻഡ് റൗണ്ട് പിന്നെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. അപ്പം പറയും എൻ്റെ കൂട്ടുകാരനും പോയി, അതുകൊണ്ട് അവൻ എന്തോ കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റിലാണെങ്കിൽ വൈ നോട്ട് മീ, ആ ഒരു ഇൻട്രസ്റ്റിൽ അവരും കൂടെ വരും. അപ്പം അത്യാവശ്യം ആള് വരും. അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഫിൽറ്റർ ചെയ്യും. ജസ്റ്റ് ഫിൽറ്റർ ചെയ്തിട്ട് ഇത് കൃത്യമായി പഠിക്കാൻ വന്ന ആൾക്കാരിലേക്കാണോ ഇത് എത്തുന്നതെന്ന് നോക്കിയിട്ട് അവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഓരോ ഈവെന്റ് നടന്നത്. ഇപ്പം സ്റ്റഡി ജാം ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുൻവർഷങ്ങളിലേക്കാൾ സക്സസ് റേറ്റ് കൂടുതലാണ്. അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. എനിക്കും അതുകൊണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ ജൂനിയേഴ്സും അവർക്കറിയാവുന്നത് എന്നെയും പഠിപ്പിക്കുന്നുണ്ട്. സോ ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. എത്ര പെർസെൻറ്റേജ് ഓഫ് എൻറ്റയർ ഫസ്റ്റ് ഇയർ ടിങ്കർ കമ്മ്യൂണിറ്റിയുടെ ആക്ടിവിറ്റീസിന് ആക്ച്വലി എൻഗേജ്ഡ് ആവുന്നുള്ള ഒരു ലേണിംഗ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്? ഫസ്റ്റ് ഇയേഴ്സ് എല്ലാ ബ്രാഞ്ചിൽ നിന്നും കൂടെ എത്ര ശതമാനം സ്റ്റുഡൻസ് ആയിരിക്കും എൻഗേജ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ CSE എന്നാണ് വരാറ്. CSE പിന്നെ EC എന്ന് വരാറുണ്ട്, EEE. മെക്കിന്നും സിവിലിന്നും അങ്ങനെ വളരെ കുറവാണ്. ഇപ്പോൾ റോബോട്ടിക്സ് നടത്തിയപ്പോൾ മെക്കിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും സിവിലിന്ന് അത്രയ്ക്ക് പാർട്ടിസിപ്പേറ്റ്സ് ഞാൻ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. കൂടുതലും CS ആണ് വരാറ്. അവർക്കാണ് കൂടുതലും ടെക് ഫീൽഡിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നാറ്. അപ്പം അവരാണ് കൂടുതലും ഇത് ഇഷ്ടപ്പെട്ട് വരാറ്. ഈ റോബോട്ടിക്സ് ആക്ടിവിറ്റിയിൽ എന്താ ചെയ്യിപ്പിച്ചത്? ആദ്യം നമുക്ക് ബേസിക് ആയിട്ട് കാര്യങ്ങൾ തിയറിയാണ് പറഞ്ഞു തന്നത്. നമ്മുടെ മെന്റേഴ്സ് വോളണ്ടിയേഴ്സ് തന്നെയാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ തിയറി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനുശേഷം നമുക്ക് അതിന്റെ തന്നെ പ്രോജക്ട് വർക്കുകൾ ചെയ്യാനുള്ളതാണ് പഠിപ്പിച്ചു തന്നത്. പ്രൊജക്ട് സബ്മിഷൻ ക്യാമ്പസിൽ ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണോ? അതെ, ഞങ്ങളിപ്പം ഈ സ്റ്റഡി ജാം റോബോട്ടിക്സ് അല്ല, സൈബർ സെക്യൂരിറ്റിക്ക് ഞാൻ പ്രൊജക്ട്സ് ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വരുന്ന റോബോട്ടിക്സ് നമ്മൾ സ്റ്റഡി ജാം നടക്കുവാണ്. ഇപ്പോൾ അതിനുള്ള ഫോളോ അപ്പ് ഡേയ്സിംഗിൽ ഒരു ഡെയിലി അല്ലെങ്കിൽ ടു ഡേയ്സ് കൂടുമ്പോൾ ഒരു പ്രൊജക്ട് ബിൽഡ് ചെയ്യാൻ അതിനുള്ള റിസോഴ്സസ് നമുക്ക് ഇപ്രാവശ്യം കോളേജ് അലോട്ട്മെന്റ് ഫണ്ടിൽ നിന്ന് തന്നെ അലോക്കേറ്റ് ആയതുകൊണ്ട് തന്നെ പല ബോർഡ്സും സെൻസസ് എല്ലാം വാങ്ങിച്ച് നമ്മൾ പ്രൊജക്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതിപ്പോൾ റിസോഴ്സസ് ഉണ്ട്, അതിനുള്ള മെന്റേഴ്സ് ഉണ്ട്, ഇൻട്രസ്റ്റഡ് ഉള്ള സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം സ്മൂത്ത് ആയിട്ട് ഈ സ്റ്റഡി ജാം എന്നോട് ആപ്പ് ത്രൂവും ആപ്പിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഗിറ്റാപ്പിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നത് യൂസ്ലെസ് പ്രൊജക്ട്സ് മാറ്റി നിർത്തിയ അല്ലാതെ നിങ്ങൾ നടത്തുന്ന ലേണിംഗ് ആക്ടിവിറ്റീസിന്റെ പാർട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രൊജക്ട്സ് എത്രത്തോളം ക്യാമ്പസിൽ ആക്ച്വലി സബ്മിറ്റ് ചെയ്യുന്നുണ്ട്? അതിപ്പം പറഞ്ഞത് സൈബർ സെക്യൂരിറ്റിക്ക് ചെയ്യാൻ പറ്റില്ല. സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ കുറച്ച് ടാസ്ക് അസൈൻ ചെയ്യുക. അപ്പൊ അവർ അതിൽ നിന്ന് എന്തോ പഠിക്കുന്നുണ്ടെന്ന് അവർക്കും കൂടെ മനസ്സിലാവണം. ആ ഒരു രീതിയിൽ ടാസ്ക് ആണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത്തവണ നമ്മൾ അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റും കൂടെ അവരെ കൊണ്ട് ബിൽഡ് ചെയ്യണം എന്നുള്ള ഐഡിയ വെച്ചിട്ടാണ് റോബോട്ടിക്സിന് നമ്മൾ പ്രൊജക്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അത് ലാസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും ഒരു ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബിൽഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനില്ല. ആക്ച്വലി നിങ്ങളുടെ ഡാഷ്ബോർഡ് എടുത്തപ്പോൾ എനിക്ക് ചില ഇവന്റ് നെയിംസ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മൈൻഡിൽ വാട്ട് മേക്സ് യു ക്രിയേറ്റീവ് ആയിട്ട് അങ്ങനെ പേരിടാനായിട്ട്? അത് സംഭവം എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയർ എന്നുകൊണ്ട് പരിപാടി വെക്കണം, ഈവന്റ് വെക്കണം. ഓക്കെ, നീ അത് ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് അത് ഭയങ്കര റഫ് അല്ലേ, നമുക്ക് എന്തെങ്കിലും മധുരസംവാദം പോലെ എന്തെങ്കിലും പേരിടാന്ന് ചോദിച്ചു. പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ തന്നെ ഏറ്റെടുത്തു, എന്താന്ന് വെച്ചാൽ ചെയ്ത് എനിക്ക് കടന്നുറങ്ങണതിന് മുമ്പ് സാധനം കിട്ടിയാൽ എന്ന് പറയും. അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ബേസിക്കലി ഞാൻ എല്ലാ വർക്ക് ചെയ്യുമ്പോഴും ഓൾറെഡി ഞാനൊരു ഇയർപോഡ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പാട്ട് കേട്ടോണ്ടിരുന്നപ്പം ഈ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് പാർട്സ് ഉണ്ടല്ലോ, ഈ മറ്റേ ഒരു വടക്കൻ സെല്ലിക്കകത്ത് തന്നെ കുറെ പാട്ടുണ്ട്. അത് കേട്ടോണ്ടിരുന്നപ്പം ഏതൊരു പാട്ട് എന്നെ തല്ലെണ്ണമാവ, ഓക്കെ, അത് കേട്ടോണ്ടിരുന്നപ്പോൾ സ്ട്രൈക്ക് ചെയ്താണ് വൈ നോട്ട് തലവര എന്നുകൊണ്ട് അങ്ങനെ പോയാൽ എന്തുകൊണ്ടെന്ന് നോക്കി അങ്ങനെ ഇട്ട പേരാ തലവര. എന്താണ് തലവരയിൽ ആക്ച്വലി നടന്നത്? അല്ല, ക്യാച്ചി ആയിട്ടുള്ള നെയിംസ് നോക്കാറുണ്ട് നമ്മള്. ചായയും പബ്സിന് വരെ ഞങ്ങൾ എടുത്തത് മധുരസംവാദം എന്നുള്ള പേരാണ്. അപ്പൊ അതനുസരിച്ച് തലവര, പിന്നെ അപ്പം തിന്നാ മതി കുഴിയണുണ്ട്, അങ്ങനെയുള്ള കുറച്ച് പിള്ളേരെ നമുക്കത് എന്താ സംഭവം അവർ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കണം. ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് ആണല്ലോ, അവർക്ക് തലവര അവരുടെ തലവരയാണ്. അപ്പൊ അവർക്കത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ കുറച്ചുകൂടെ ക്യാച്ചിയാണ്, അവർക്ക് കുറച്ചുകൂടെ കണക്ടിങ് ആണ്. അതായിരുന്നു ആക്ച്വൽ ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് എന്ന രീതിയിൽ നിങ്ങൾ ഒരു പ്രോപ്പർ ക്ലാസ് അല്ല,
ജസ്റ്റ് സീനിയേഴ്സും ജൂനിയേഴ്സും നമുക്ക് എന്താണോ കിട്ടാതെ പോയത്, അല്ലെങ്കിൽ എവിടെ നമ്മള് നമുക്കിവിടെയാണ് പാളിപ്പോയത്, അത് അവർക്ക് പറയുക. അപ്പൊ അവര് കൺവിൻസ് ആയി. അപ്പൊ പറയും ഞങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങളെങ്കിലും ട്രൈ ചെയ്യുക. ഓക്കെ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഏതൊക്കെ ഡൊമൈൻസ് ഉണ്ട്, അവർക്ക് എങ്ങോട്ടൊക്കെ എടുക്കാം, അല്ലെങ്കിൽ എന്തിനാണ് ഇത് എന്നുള്ള രീതിയിലുള്ള കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ ജസ്റ്റ് ഒരു സീനിയേഴ്സ് ജൂനിയേഴ്സ് ടോക്ക് ഇത്രേ ഉള്ളൂ. നമ്മള് മറ്റേ കലണ്ടർ നോക്കി പിൻഡോ ടു CS എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്റ്റഡി ജാമായിട്ട്. പക്ഷെ അത് CSന് മാത്രമായിട്ടൊരു പ്രോഗ്രാം നടത്തുന്നതിൽ എനിക്കൊരു താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമുക്ക് എഞ്ചിനീയറിംഗ് മൊത്തമായിട്ടുള്ളൊരു അവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് ഇയർ തേർഡ് ഇയർ സെക്കൻഡ് ഇയർ വന്നപ്പോൾ ഒരു ഐഡിയ ഇല്ല എന്താണ് ജസ്റ്റ് അക്കാഡമിക്സ്, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, സീനിയേഴ്സ് ഞങ്ങളൊന്നും പറയത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും നീ അവരറിയേണ്ട കാര്യങ്ങളെല്ലാം കൂട്ടി ചേർത്ത് ഒരു പ്രോഗ്രാം നടത്തി. അതാണ് ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തലവര. നിങ്ങളുടെ കോർ ടീമിനകത്ത് ഇപ്പൊ ദർ ഇസ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എല്ലാ ഇയേഴ്സിലുള്ള ആൾക്കാരുണ്ട്. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ എൻറോൾഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും അവർ പഠിക്കുന്ന ഡൊമെയിൻ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് എടുത്തതാണോ, അതോ സാഹചര്യത്തിന്റെ അല്ല, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം വന്ന കുറെ പേരുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇൻട്രൊഡക്ഷൻ കൊടുത്തത്. കാരണം എന്താ കാര്യം എന്ന് അവർക്ക് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വന്നവർക്ക് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വന്നവർക്ക് ഇപ്പൊ ബയോളജിന്ന് CS എടുത്ത കുറെ പേരുണ്ട്. അവർക്ക് എന്താ ഒരു ഐഡിയാസ് ഇല്ല. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഫെമിലിയർ ആകാൻ വേണ്ടി നമ്മൾ കുറച്ച് ടേംസും ടൂൾസും ലിങ്ക്ഡിൻ അങ്ങനെയുള്ള കുറെ പ്രൊഫൈൽ കാര്യങ്ങൾ എന്താണ് ഒരു എഞ്ചിനീയറിംഗ് ലൈഫിൽ പോകുന്നതെന്നുള്ള ഐഡിയാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പെർസ്പെക്റ്റീവില് ആക്ച്വലി അങ്ങനത്തെ ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ട് ഒരു സ്റ്റുഡന്റിന്റെ ലൈഫ് ചേഞ്ച് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഓർ ചേഞ്ച് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമുക്ക് നേരത്തെ തന്നെ ഫസ്റ്റ് ഇയർ തന്നെ അവർക്ക് ഈ ഒരു ഐഡിയാസ് കിട്ടുകയാണ്. നമ്മളൊക്കെ വരുമ്പോൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോൾ ഒരു സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഒക്കെ ആകും. അപ്പോഴത്തേക്കും കുറെ ടൈം പോയിട്ടുണ്ടാവും. ഇതിപ്പോ അവർക്ക് ഫസ്റ്റ് ഇയർ തന്നെ ആ ഒരു ഐഡിയാസ് കിട്ടുമ്പോൾ അവർക്ക് അവരുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാനുള്ള ടൈം കൂടുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിൽ തന്നെ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം എന്നുള്ള ഒരു ഐഡിയയിൽ പോകണം. ജനറലി നിങ്ങളുടെ കോളേജിൽ എഞ്ചിനീയറിംഗ് ഏത് ഡൊമൈനിലാണെന്ന് വെച്ചാൽ പഠിച്ചിട്ട് അത് കഴിഞ്ഞ് എന്തായിരിക്കും ഒരു സ്റ്റുഡന്റിന്റെ ആക്ച്വൽ കരിയർ ഓർ വാട്ട് എവർ ഫർദർ പ്ലാൻ എന്താണ്? എല്ലാരും പഠിത്തം കഴിയാൻ പ്ലേസ്മെന്റ് എന്തെങ്കിലും ജോലി കിട്ടുക നോക്കുക, ആ ഒരു ഇതാണ്. അപ്പം സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങി പോകുന്നവര് വളരെ കുറവാണ്. 2 സ്റ്റാർട്ടപ്പ് നമ്മുടെ കോളേജിൽ സ്റ്റാർട്ടപ്പ് ആയിട്ട് വന്നിട്ടുള്ളൂ. എല്ലാവരും കൂടുതലും പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് ട്രെയിനി ആയിട്ട് ഇന്റേൺസ് ആയിട്ടും പല കമ്പനീസിൽ കയറുന്നു. ബാക്കി കുറച്ച് പ്രസന്റ് ഉണ്ട്, എന്നാലും കുറവാണ്. പക്ഷെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അക്കാഡമിക്സ് മാത്രം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് കുറെ പേർക്ക് ഇങ്ങോട്ട് ആ റീച്ചിൽ എത്താൻ പറ്റുന്നില്ല. അവിടെ നിൽക്കുന്നേ ഉള്ളൂ. വെച്ചാൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല. ജസ്റ്റ് പ്ലേസ്മെന്റ് എടുക്കുക, കുറെ പേര് അങ്ങനെയാണ്. പ്ലേസ്മെന്റ് എടുക്കുക, അക്കാഡമിക്സ് പാസ്സാകുക, പ്ലേസ്മെന്റ് എടുക്കുക, റിപ്പീറ്റ് അങ്ങനെ പോകാനാണ് പ്ലാൻ. ആരും ഒരു പുത്തനായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്റ്റാക്ക് അല്ലെങ്കിൽ പുത്തൻ ടെക് സ്റ്റാക്ക് അല്ലെങ്കിൽ പുത്തൻ ആൾക്കാർ പുത്തൻ ഡൊമൈൻ തന്നെ വായിക്കുകയും ചിലപ്പോൾ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും, അക്കാഡമിക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അതിന് മുന്നേ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ കണ്ടിട്ടില്ല. അതാണ് കോളേജിൽ ഇങ്ങനെ കണ്ടുവരുന്ന കാര്യങ്ങൾ. കോർ ടീമിൽ ബിക്കോസ് നിങ്ങളാണ് ക്യാമ്പസ് ലീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ വിഷൻ ഉണ്ടാവുന്നത് ഒബ്വിയസ്ലി ഇമ്പോർട്ടന്റ് ആണ്. മേ ബി നിങ്ങൾക്ക് രണ്ടുപേർക്കും 4th ഇയർ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ 4 വർഷത്തിൽ ക്യാമ്പസിൽ വരുന്ന ചേഞ്ചസോ പ്ലേസ്മെന്റിൽ വരുന്ന എവല്യൂഷനോ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹാസ് എനിത്തിങ് ആക്ച്വലി ഷിഫ്റ്റഡ് വിച്ച് നിങ്ങളുടെ ജൂനിയേഴ്സ് ഇപ്പം കാണാൻ പറ്റുന്നില്ല, ബട്ട് യു ആർ പേഴ്സണലി എക്സ്പീരിയൻസിങ്, എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഫൈനൽ ഇയറിൽ പ്ലേസ്മെന്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഷിഫ്റ്റ് കാണുന്നുണ്ടോ? ഡെഫിനറ്റ്ലി കാണുന്നുണ്ട്. വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് 2 ഇയർ വന്ന് പഠിക്കുമ്പോൾ ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ല. ആപ്പാടെ നടക്കുന്ന കോളേജ് യൂണിയൻ ഉണ്ട് ഞങ്ങൾക്ക്. കോളേജ് യൂണിയൻ ത്രൂ എന്തെങ്കിലും ടെക് ഫെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കൾച്ചറൽസ് നടന്നു, അല്ലാതെ വേറെ ആക്ടിവിറ്റീസ് നടക്കാറില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്, നമ്മുടെ തിങ്കറപ്പ് ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ട് നമ്മൾ ആക്ടിവിറ്റി വെക്കും. അവർ ഭയങ്കര പാർട്ടിസിപ്പേഷൻ ആണ്. സോ അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇനി ക്യാമ്പസ് ലൈഫ് ജസ്റ്റ് വെറുതെ വേസ്റ്റ് അക്കാഡമിക്സ് മാത്രമല്ല, അതിലും കൂടുതലുണ്ട്. സോ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നതും പഠിക്കുന്നതും എല്ലാം ഉണ്ട്. അവർ തിങ്കറപ്പ് മാറ്റി നിർത്തിയിട്ട് പ്ലേസ്മെന്റ് അറൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്ലേസ്മെന്റിൽ നമുക്കിപ്പം ഉടനെ ഷിഫ്റ്റ് ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ 2 വർഷമായിട്ടുള്ള ആക്റ്റീവ് ആയിട്ട്. കഴിഞ്ഞ വർഷത്തെ 4th ഇയേഴ്സ് തിങ്കറപ്പ് ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പം ഉടനെ ഷിഫ്റ്റ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ പ്ലേസ്മെന്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ആക്ടിവിറ്റീസ് അറൗണ്ട് അല്ല, പ്ലേസ്മെന്റ്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയും പ്ലേസ്മെന്റ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒന്ന് ഇപ്പം നമ്മള് പ്ലേസ്മെന്റ് സാറോട് ചോദിച്ചപ്പോൾ ഒന്നാമത്തെ കാര്യം പ്ലേസ്മെന്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ CS ആണെങ്കിൽ എല്ലാം പല ഇന്ത്യയുടെ സാഹചര്യം കൊണ്ട്, ഇക്കണോമിക്സ് കാരണം പല സാഹചര്യം കൊണ്ട് ഇപ്പൊ പ്ലേസ്മെന്റ് കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ചിലർ സ്വയമായിട്ട് ഏർണിംഗ് തുടങ്ങുന്നുണ്ട്. ഫ്രീലാൻസിങ് ചെയ്യുന്നവരുണ്ട്, ചില കുറച്ച് പേരുള്ളെങ്കിലും ചെയ്ത് തുടങ്ങിയിട്ടുള്ളവരുണ്ട്. അപ്പൊ ആ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അവർ തന്നെ അവരുടെ ഇൻകമും ചെറുതായിട്ട് രീതിയിൽ, അത് ചെക്ക് മാത്രമല്ല, ഇപ്പം മീഡിയ ടീം ഉണ്ടെന്ന് അവർ തന്നെ ഒരു വീഡിയോ എഡിറ്റിംഗ് അങ്ങോട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയുള്ള ചെയ്തു പോകുന്നുണ്ട്. സ്റ്റഡീസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്ത പ്ലേസ്മെന്റിലൂടെ കയറി പോകാന്നൊരു ഐഡിയോളജിയിലാണ് ഞങ്ങളുടെ ഇയറുകാർ വന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ തിങ്കറപ്പ് വന്ന് കുറെ
ടെക് അവിടെ എക്സ്പ്ലോർ ചെയ്തത് കൊണ്ട് പിള്ളേർക്ക് അറിയാം പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാളും കൂടുതൽ ടെക്നോളജീസ് ഫീൽഡിലേക്ക് അവർ ഇറങ്ങുന്നത്. അപ്പൊ ചില ടേംസ് അവർക്ക് കേട്ടാൽ പോലും എന്താണെന്ന് മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് സ്റ്റഡീസ് മാത്രം പോരാ, ഇങ്ങനെയുള്ള കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഐഡിയ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തേർഡ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും കുറച്ച് അവെയർ ആണെന്ന് തോന്നുന്നു. പ്ലേസ്മെന്റ് അല്ല, എന്നാലും അതിൽ കൂടുതൽ ടെക്നോളജീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും സ്വന്തമായിട്ട് ചെയ്യാനും പറ്റും എന്നുള്ള ഒരു ഐഡിയ അവർക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ പെർസ്പെക്റ്റീവിലോ? ഞാൻ തേർഡ് ഇയർ ആണ്. ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു ജോലി കിട്ടിയിട്ട് പ്ലേസ്മെന്റ് സെല്ല് വഴി ഒരു ജോലി കിട്ടി അങ്ങനെ പോയാൽ അത്രയും സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫ്യൂച്ചർ ഫേസ് ചെയ്യാൻ പാടായിരിക്കും. സോ അതുകൊണ്ട് എന്തായാലും എക്സ്ട്രാ ആയിട്ട് പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇലക്ട്രോണിക്സ് ആയിട്ട് തന്നെ ഞാൻ കോഡിങ് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ മെക്കിന്റെ മൈനറായിട്ട് മെക്ക് പോകുന്നുണ്ട്. എക്സ്പീരിയൻസ് ചെയ്യാവുന്ന അത്രയും എക്സ്പീരിയൻസ് ചെയ്ത് അതിനൊരു ബേസ് ഉണ്ടാക്കി, സ്വന്തമായിട്ടൊരു ബേസ് ഉണ്ടാക്കി, ഒരു ഐഡിയ ഉണ്ടാക്കി അതിനനുസരിച്ച് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ ബിൽഡ് ചെയ്യാം എന്നുള്ളതിലാണ് ഇപ്പൊ നിൽക്കുന്നത്. സ്റ്റുഡൻസ് ജനറലി ബിയോണ്ട് സ്റ്റഡീസ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ സെക്കൻഡ് തേർഡ് ഇയേഴ്സിൽ? അവർക്ക് വേണ്ട എന്താണെന്ന് അവർക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് തന്നെ പ്ലേസ്മെന്റ് സെല്ലിന് ഓരോ ഈവന്റ് വരുമ്പോൾ അവർ തന്നെ സെലക്റ്റീവ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഓരോ ഈവന്റ് പറയുമ്പോൾ പറയും ഇത് ഞങ്ങൾക്ക് പഠിക്കാൻ കൊള്ളാം, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ആവശ്യം വരും, മെഷീൻ ലേണിംഗ് അത് ഞങ്ങൾക്ക് ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് വെച്ചാൽ പ്ലേസ്മെന്റ് സെല്ലിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഫോർത്ത് ഇയേഴ്സിനാണ് ഇപ്പം മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. അവർക്കത് ആവശ്യമുള്ളത് കൊണ്ട് അവർ ചോദിച്ച് മേടിച്ച് പഠിക്കുന്നത്. അവർക്കൊരു ഐഡിയ ഉണ്ട്. ഏറ്റവും യങ്ങസ്റ്റ് ഒബ്വിയസ്ലി ഫസ്റ്റ് ഇയർ ആണ്. സോ താങ്കളുടെ പെർസ്പെക്റ്റീവില് ഇനിയും ഒരു 4 ഇയേഴ്സ് ഉണ്ട്. ഐഡിയലി വാട്ട് ഡു യു സീ ഒരു 4 ഇയേഴ്സ് കഴിയുമ്പം ഹൗ വിൽ ദ വേൾഡ് ബി? താങ്കൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമോ? അങ്ങനത്തെ ഒരു കൺസേൺ ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഇടയിൽ കാണുന്നുണ്ടോ? ടിങ്കറബ് എന്ന് പോലും ഇല്ല, ഏതെങ്കിലും ഒക്കെ കമ്മ്യൂണിറ്റീസിൽ പാർട്ട് ആവുന്നത് കൊണ്ട് ഒരു ഫിയർ അവരുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ട് വെച്ചാൽ അത് ആക്ച്വലി ഇല്ലാതാവുന്നുണ്ടോ? ഇനിയിപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ടൈം വരുമ്പോൾ, ഞങ്ങളൊക്കെ ഫോർത്ത് ഇയേഴ്സ് കഴിഞ്ഞ് വരുമ്പം മൊത്തത്തിലൊരു AI പ്ലാറ്റ്ഫോം തന്നെ ആവും. അപ്പം കൂടുതൽ പേരും എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ കോളേജിൽ പലരും AI എടുക്കാൻ ആയിട്ട് ശ്രമിച്ചവരായിരിക്കും. ചിലപ്പം കൂടുതൽ പേരും AI കിട്ടാഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് അത് മാത്രമായിട്ട് വന്നവരാണ് ഏറ്റവും കൂടുതൽ. അപ്പം തിങ്കർ ഹാബിലൂടെ ഇപ്പം റോബോട്ടിക്സിന്റെ ക്ലാസ് ഇടുന്നു. അപ്പം അതിലൂടെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ അവർ ആഗ്രഹിച്ചത് പഠിക്കാനായിട്ട് സാധിച്ച് ആ കോഴ്സ് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ആ റോബോട്ടിക്സിന്റെ ക്ലാസ്സിലൂടെ അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവാൻ സാധിക്കും. അപ്പം കൂടുതൽ എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ AI ഫീൽഡ് തന്നെയാണ്. എല്ലാവരും അത് ആഗ്രഹിച്ച് വന്നതാണ്. അപ്പം ഇനിയും AIയുടെ അവർക്ക് വർക്ക് ചെയ്യാനും കൂടുതൽ ഇഷ്ടം AI ആണ്. അപ്പം തിങ്കർ ഹബിന്റെ AIയുടെ ഓരോ ക്ലാസ്സുകളിൽ നിന്നും അവർക്ക് ചിലപ്പം പഠിക്കാൻ പറ്റാത്തത് ഈ തിങ്കർ ഹബിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് അവർക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് സ്റ്റുഡൻസിന്റെ എണ്ണം കൂടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പുതിയതായിട്ടൊരു ക്യാമ്പസ് കമ്മ്യൂണിറ്റി സെറ്റപ്പ് ചെയ്യുന്ന ഒരു കോളേജ്, ലെറ്റ്സ് സേ അടുത്ത വർഷം അപ്ലൈ ചെയ്യുന്ന ഒരു ക്യാമ്പസിനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഹൗ ടു സെറ്റപ്പ് എ ക്യാമ്പസ് കമ്മ്യൂണിറ്റി? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ഫ്രണ്ട്സിനെ നോക്കാതെ നമ്മൾ നല്ല കാലിബറുള്ള ടീമിനെ ആദ്യം കണ്ടുപിടിക്കുക. അതിലൂടെ തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റിയോട് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പരിപാടി ഉണ്ടെങ്കിലും ഏത് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലും സക്സസ്ഫുൾ ആവും. നമ്മുടെ ഫേവററ്റിസം കാണിച്ച് നമ്മുടെ കുറെ പേര് ടീമിലേക്ക് ആഡാക്കിയാൽ ആ കമ്മ്യൂണിറ്റി നിന്നോ ചിലപ്പോൾ. സോ കാലിബർ നോക്കിയിട്ട് അവരുടെ പാസ്റ്റ് ആക്ടിവിറ്റീസ് നോക്കി അത് നോക്കിയിട്ട് വേണം. അപ്പം ടോട്ടലി അവർക്ക് ഇൻപുട്ട് ഇടാൻ പറ്റും. നമ്മൾ മാത്രം ഇൻപുട്ട് ഇട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കത്തില്ല. സോ ബാക്കിയുള്ളവരെയും കൂടി നമ്മൾ കൊണ്ടുവരണം. അത് കോർ ടീമിലേക്ക് മാത്രമല്ല, ബാക്കിയുള്ളവരെയും വരുമ്പോൾ അവരെയും ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഞാൻ പറഞ്ഞ പോലെ സെൻസ് ഓഫ് ബിലോങ്ങിങ് അവർക്കും ഇതവരുടെ ഫ്രേസ് ആണെന്ന് തോന്നണം. ജസ്റ്റ് കോർ ടീം മാത്രം നടത്തി കുറെ ആക്ടിവിറ്റി നടത്തുന്നു എന്ന് മാത്രമല്ലാതെ ഇത് അവർക്ക് കൂടി വേണ്ടിയുള്ള സ്പേസ് ആണ്. അങ്ങനെ ഒരു സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്യണം. അത് ഓവർ ദ നൈറ്റ് കൊണ്ട് നടക്കത്തില്ല. ഫസ്റ്റ് നമ്മൾ ഫാക്കൽറ്റി സൈഡ് സമ്മതിപ്പിച്ച് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ അവർ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ അതിന് ഫാക്കൽറ്റി സമ്മതിച്ചാൽ മാത്രം പോലെ നമുക്ക് ഫാക്കൽറ്റി സൈഡിൽ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് മനസ്സിലാക്കി തരാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരാൾ വന്ന് ഫാക്കൽറ്റി കോർഡിനേറ്റർ ആയ എന്താ ചെയ്യേണ്ടത് ഒന്നും പറയില്ല, നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സോ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി കോർഡിനേറ്റർ, അങ്ങനെ ദീപാ മിസ് ആയിരുന്നു. മിസ് കറക്റ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. പിന്നെ മിസ്സിന്റെ കുറെ ഇൻപുട്സ് ഉണ്ട്, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം ഞങ്ങളത് എടുക്കും. കോർ ടീമും സബ് ടീമും ഒരുമിച്ച് വർക്ക് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് എടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത്. കോർ ടീം മാത്രം വർക്ക് ചെയ്ത് നടക്കത്തില്ല. ഒരു ഫാക്കൽറ്റി ബെസ്റ്റ് ഫാക്കൽറ്റി കോർഡിനേറ്റർ മാത്രം ഉണ്ടെങ്കിൽ നടക്കത്തില്ല. അപ്പം ഒരു പ്രോപ്പർ ടീം, ഒരു പ്രോപ്പർ സബ് ടീം, ഒരു ഫാക്കൽറ്റി കോർഡിനേറ്റർ, പിന്നെ അതിനേക്കാളും ഉള്ളത് ആ സ്റ്റുഡൻസ് മെന്റാലിറ്റിയാണ്. എന്നുവെച്ചാൽ ഇവിടെ വന്നാൽ അവർക്ക് ഗ്രോ ചെയ്യാം, ജസ്റ്റ് അക്കാഡമിക്സ് മാത്രമല്ല, നമുക്ക് ഇനിയും ഇവിടെ വന്നാൽ ഗ്രോ ചെയ്യാം എന്നുള്ള ഒരു മെന്റാലിറ്റി അവർ ബിൽഡ് ചെയ്ത് വരുവാണെങ്കിൽ അതായിരിക്കും കമ്മ്യൂണിറ്റിയിൽ ഗ്രോ ചെയ്യാൻ, അതായിരിക്കും കമ്മ്യൂണിറ്റി അവിടെ ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഒരു കോർ ടീമിന്റെ പാർട്ട് ആവുന്ന സെറ്റ് ഓഫ് ആൾക്കാരുടെ ഗ്രോത്ത് എങ്ങനെയാ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? ഇപ്പം ടിങ്കറബിനകത്ത് തന്നെ
വെൻ പീപ്പിൾ യൂസ് ദ വേർഡ് ഇവന്റ്, എനിക്കൊന്ന് ഡാഷ്ബോർഡിൽ നമ്മൾ ആദ്യം ഇവന്റ് എന്നിട്ടിട്ട് പിന്നെയാണ് അത് മാറ്റി ആക്ട്. സോ നമ്മൾ തന്നെ അത് കറക്റ്റ് ചെയ്യും. നിങ്ങൾ നടത്തുന്നത് ഇവന്റ് അല്ല. ടിങ്കറബ് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അല്ല. റാൻഡം ഇവന്റ്സ് നടത്തുന്നത് കൊണ്ട് ലേണിംഗ് നടക്കും എന്നുള്ളത് വി ഡു നോട്ട് ബിലീവ്. ഇവന്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്താന്ന് വെച്ചാൽ നടത്തുന്നത് കൊണ്ട് നിങ്ങൾ ലേൺ ചെയ്യുന്ന കുറെ മാനേജ്മെന്റ് സ്കിൽസ് ഉണ്ട്. ബിയോണ്ട് ദാറ്റ് കോർ ടീമിലുള്ള ആൾക്കാരുടെ ഗ്രോത്ത്, മൈൻഡ് സെറ്റിലുള്ള ഗ്രോത്തോ അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ദെയർ സ്കില്ലുള്ള ഗ്രോത്തോ എങ്ങനെയാണ് എൻഷുർ ചെയ്യുക? ഞാൻ പഠിക്കുന്നതിന്റെ ജൂനിയേഴ്സിന് അടുത്തുനിന്നാണ്. റോബോട്ടിക്സ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഇത് രണ്ടും എന്റെ ഫീൽഡല്ല. അപ്പൊ പക്ഷേ ഞാൻ പഠിക്കുന്നത് എന്റെ ജൂനിയേഴ്സിന് അടുത്തുനിന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് ആ ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണോ അല്ലയോ. അതുപോലെ തന്നെ ഇവർക്കും അപ്പം അവരുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിലും അവർ കൂടെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. സോ അങ്ങനെ പ്രൊജക്ട് ബിൽഡ് ചെയ്യാൻ നോക്കും. സ്റ്റഡീസിനപ്പുറം നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിലാണ്. നമുക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും നമ്മൾ കൂടുതൽ ആ കാര്യത്തെ പറ്റി ഡീപ്പായിട്ട് അറിയുക. മീൻസ് നമ്മൾ അതിനെപ്പറ്റി നന്നായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ ഒരാൾക്ക് ഷെയർ ചെയ്യുള്ളൂ. അപ്പൊ നമുക്കൊന്നും കൂടെ അവരുടെ കയ്യിൽ നിന്നുള്ള ഇൻപുട്ടും കിട്ടുന്നുണ്ട്. നമുക്ക് തന്നെ നന്നായിട്ട് ഒരു നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഞങ്ങളാണ് മെന്റേഴ്സ്. ഇപ്പൊ ഞാൻ എന്റെ കൂട്ടത്തിൽ പഠിക്കുന്ന 2 പേര്, പിന്നെ എന്റെ ജൂനിയർ കൃഷ്ണേന്ദു, പാർവതി, പിന്നെ ജൂനിയർ ആയിട്ട് നവനീത്. അപ്പം ഞങ്ങൾ 4 പേരും കൂടെയാണ് ആക്ച്വലി ഈ റോബോട്ടിക്സിന്റെ ഇപ്പൊ കറന്റ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ തലേ ദിവസം ഇരുന്നിട്ട് ഇവർക്ക് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് എന്ത് വേണം, ഇൻട്രസ്റ്റ് എന്താണ്, ഇതിനനുസരിച്ച് ഞങ്ങൾ രാത്രി ഇരുന്നിട്ട് വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ. ഇപ്പം ഞാൻ ഒരു ദിവസം കൊണ്ട് ഞാനൊരു 3 മണിക്കൂർ കൊണ്ടാണ് ആർഡിനോന്റെ സോഫ്റ്റ്വെയറിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം പഠിച്ചത്. അത് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഠിച്ചതാണ്, അല്ലാതെ എനിക്ക് അറിയത്തില്ല. ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പഠിക്കുകയും ചെയ്യും. അത് വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് സ്ട്രോങ് ആവും. അപ്പം അവർക്ക് അറിയാവുന്ന രീതിയിൽ അവരവരുടെ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്നവനായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എനിക്കും മനസ്സിലായി, കേൾക്കുന്നതിനും മനസ്സിലായി, അവിടെ കറക്റ്റ് ഒരു പിയർ ടു പിയർ ലേണിംഗ് ആക്ച്വലി നടക്കുന്നുണ്ട്. എന്താ പുതിയതായിട്ട് പഠിച്ചത് ബീയിങ് ഒരു കോർ ടീം മെമ്പർ? ഞാനിവിടെ വന്നപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വർക്ക്ഷോപ്പാണ് നടന്നത്. അപ്പം ഒരുപാട് പേര് വരാത്തവരുണ്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടി ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ അവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ക്ലാസ് കുറച്ചും കൂടി ശ്രദ്ധിക്കും. അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് വേറൊരാൾക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് എത്രത്തോളം മാക്സിമം എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമോ അത്രത്തോളം ഞാനത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ജസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടി ത്രൂ ഔട്ട് ദി ഇയർ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ക്യാമ്പസിൽ നടന്നത്, ആൻഡ് അതിൽ നിങ്ങൾക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ 2 ആക്ടിവിറ്റീസ് ഏതാണ്? ഫസ്റ്റ് ഞങ്ങൾ നടത്തിയത് EATക്ക് അപ്പം കുഴിയുണ്ട്, അത് ഓൺലൈനിലാണ് നടത്തിയത്. അതിനുശേഷം യൂസ്ലെസ് വന്നു. പിന്നെ നമ്മൾ സൈബർ സെക്യൂരിറ്റിയുടെ വർക്ക്ഷോപ്പ് ഫോളോ ചെയ്ത് സ്റ്റഡി ചെയ്യാൻ നടന്നു. ഓൺലൈനിൽ തന്നെ ഔട്ട്റീച്ചിന്റെ സ്റ്റഡി ചെയ്യാൻ നടന്നതാണ്. പിന്നെ ഇപ്പോൾ റോബോട്ടിക്സിന്റെ വർക്ക്ഷോപ്പും കഴിഞ്ഞു. അത് കഴിഞ്ഞ് തലവര ഇൻട്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, പിന്നെ ഇപ്പോൾ അതിന്റെ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷന്റെ സ്റ്റഡി ചെയ്യാൻ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇനി അടുത്തത് വേറെ പ്രാക്ടീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇൻക്ലൂഡ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു റൂം കിട്ടുന്നുണ്ട്, മേക്കർ സ്പേസ് ചെയ്യാൻ വേണ്ടി ഒരു റൂം അലോക്കേറ്റ് കിട്ടുന്നുണ്ട്. അത് റിനോവേറ്റ് ചെയ്ത് വന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താനും ചെറിയ സ്റ്റഡി ചെയ്യാൻ നടത്താനാണെങ്കിലും മീറ്റിംഗ് കൂടാനാണെങ്കിലും സ്പേസ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കമ്പോണൻസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതായത് ആർഡിനോ ബോർഡ്, പിന്നെ കുറെ മൊഡ്യൂൾസ് അത്യാവശ്യം ബേസിക് ആയിട്ട് പ്രൊജക്ട് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള കമ്പോണൻസ് ഞങ്ങൾ മേക്കർ സ്പേസിലേക്ക് വേണ്ടി മാത്രമായിട്ട്. നിങ്ങൾ തന്നെ ഫണ്ട് ഇട്ടിട്ടാണ്? അല്ലല്ല, നമുക്ക് കോളേജ് ഫണ്ട് കിട്ടി. നമ്മൾ പെർമിഷൻ മേടിച്ച് പ്രിൻസിപ്പൾ ഇപ്പോൾ നല്ല സപ്പോർട്ട്. പ്രിൻസിപ്പൽ സാർ നമ്മളെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ആ സാറ് കാണുന്നുണ്ട് നമ്മളെ ഔട്ട്പുട്ട് എല്ലാം. നമ്മൾ ചോദിക്കേണ്ട താമസമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫുൾ സപ്പോർട്ടാണ് സാറും ചോഡീസും എല്ലാവരും. ഒരിടത്തും ഫ്രിക്ഷൻ ഇല്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിൽ നിങ്ങളുടെ ഡെഫിനിഷൻ ഓഫ് സക്സസ്ഫുൾ ഏത് 2 ആക്ടിവിറ്റീസ് ആയിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവും? ഏറ്റവും സക്സസ്ഫുൾ എന്ന് പറയുന്നത് ഈ 2 സ്റ്റഡി ജാംസ് ആയിരിക്കും, റോബോട്ടിക്സും സൈബർ സെക്യൂരിറ്റിയും. കാരണം അതിൽ പിള്ളേർ പഠിച്ചു, പുത്തൻ കാര്യങ്ങൾ പഠിച്ചു, എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു. പുത്തൻ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, പുത്തനായിട്ട് ലേൺ ചെയ്യാൻ പറ്റി, എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റി. നമുക്ക് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഒരു നല്ല ഔട്ട്പുട്ട് കിട്ടിയായിരുന്നു. ടാസ്ക് കൊടുക്കുമ്പോൾ അത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞു കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ അവർ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. 2 സെഷനിലും കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഇന്റേണലി ഞങ്ങൾ കുറെ ഡിബേറ്റ് ചെയ്യുന്നതാണ്. എന്റെ വിക്കിക്കകത്ത് മേ ബി മേക്കർ എന്ന ടേം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ക്യാമ്പിൽ വരുമ്പോൾ അറിയാം വാട്ട് ഇസ് ദ മേക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ സെഷൻ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് ഒന്ന് എന്താ മേക്കർ എന്ന് ചോദിക്കാറുണ്ട്. ബട്ട് ദെൻ our definition kind of evolves over time. But it's very important that being ഒരു കോർ ടീം നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എന്താ മേക്കർ എന്ന് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് മേക്കർ ഫോർ ഈച്ച് ഓഫ് യു? ഫോർ മീ മേക്കർ എന്ന് ഉദ്ദേശിക്കുന്ന വാക്ക് ജസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരാളെ മാത്രമല്ല. വെച്ചാൽ
ഒരു പ്രൊജക്ട് ബിൽഡ് ചെയ്തു എന്ന് മാത്രം ഒരു മേക്കർ ആകുന്നില്ല. അയാൾക്ക് അറിയാവുന്ന കാര്യം പാസ് ഓൺ ചെയ്യുക. അത് മാത്രമല്ല, അയാൾക്ക് അറിയാത്ത കാര്യങ്ങൾ അയാൾ ഇപ്പം ജൂനിയർ ആണെങ്കിൽ ജൂനിയേഴ്സിൽ നിന്നും ഈഗോ ക്ലാഷ് ഇല്ലാതെ പഠിക്കാനും പറ്റുക. അപ്പൊ ഗ്രോ ചെയ്യുമ്പം കൂടെ ഉള്ളവരെ കൂടെ ഗ്രോ ചെയ്യിപ്പിച്ച് എന്നിട്ട് ഫോർ ബെറ്റർ ഓഫ് ക്യാമ്പസ്, നമ്മുടെ ക്യാമ്പസ് എന്ന രീതിയിലും കമ്മ്യൂണിറ്റി എന്ന രീതിയിലും ഒരു ഗ്രോത്ത് നമ്മൾക്ക് തരാൻ പറ്റുന്ന ആരും എനിക്കൊരു മേക്കറായിട്ട് തോന്നുന്നത്. ജസ്റ്റ് ഒരു പ്രൊജക്ട് ബിൽഡ് ചെയ്തും മേക്കർ ആകുന്നില്ല. അവർക്ക് അറിയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് അറിയാത്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർ മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ പഠിക്കുന്ന ജൂനിയേഴ്സിന്റെ അടുത്താണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ ഈഗോ വെച്ച് അവരുടെ അടുത്ത് പഠിക്കാതിരിക്കാം. അത് വരുമ്പം ഒരു ഈഗോ ക്ലാഷ് ആണ്. അതും മാറ്റി വെച്ച് മനസ്സിലുള്ള ഈഗോ ഉള്ള അങ്ങനത്തെ ഒരു ഇതില്ലാതെ എല്ലാവരും ഒരേ ലെവലിൽ ഇരുന്ന്, ഞാനിപ്പോ ക്യാമ്പസ് ലീഡ് റോള് മാത്രമേ ഉള്ളൂ, എല്ലാവരും ഉണ്ട്. അപ്പം ആ ക്ലാഷ് ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് നമ്മുടെ ക്യാമ്പസ് ബെറ്റർ ക്യാമ്പസ് ആക്കുക. ഇത്ര നാളും ഞാൻ കണ്ട ക്യാമ്പസ് അല്ല ബെറ്റർ ക്യാമ്പസ്, അത് നോക്കുക. അതിന് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ എന്റെ വിഷനും ഇവരുടെ വിഷനും എല്ലാം ഒരേ അലൈൻമെന്റ്, ബെസ്റ്റ് ക്യാമ്പസ് ആക്കുക. ജസ്റ്റ് ഫോർ നോട്ട് കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, എല്ലാവർക്കും ഗ്രോ ചെയ്യുക. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് പുന്നപ്ര എന്ന് പറഞ്ഞാൽ 4 പേര് അറിയണം. ചോദിച്ചാൽ ആ കോളേജിൽ നിന്ന് വരുന്നവരാണോ ചോദിക്കണം. ആ രീതിയിലുള്ളൊരു ക്യാമ്പസ് ആക്കി എടുക്കാനാണ് ഞങ്ങൾ. നമ്മൾ സെൽഫിഷ് ആകാതിരിക്കാം. കാരണം നമുക്കൊരു കാര്യം പഠിക്കണമെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണമെങ്കിലും ആ മെന്റാലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പുതിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഇനി വരുന്ന ടെക്കില് ഇനിയുള്ള ഫ്യൂച്ചറിലാണെങ്കിൽ ചിലപ്പോൾ പല ടെക്നോളജീസ് അറിയാവുന്നവർക്കായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ടെക്നോളജി പഠിക്കുക, എന്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞാൽ അവരും ചിലപ്പോൾ അത് പഠിച്ചാൽ നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി കുറയും എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു മേക്കർ ആവാൻ പറ്റുന്ന വരില്ല. പകരം അവരും കൂടെ അത് എക്സ്പ്ലോർ ചെയ്ത് അവർക്കും ഒരു നല്ല സെക്യൂർഡ് ഫ്യൂച്ചർ കിട്ടും എന്നുള്ള ഒരു മെന്റാലിറ്റിയോട് തന്നെ ഏതൊരു സൈഡിലേക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോഴും അവരെയും കൂടെ കൊണ്ടുപോകാൻ നോക്കുന്നവരാണെങ്കിൽ നല്ലത്. പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഇൻട്രസ്റ്റോട് കൂടി ഒരാൾ വരുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം അയാളെ ഒരു മേക്കർ എന്ന് വിളിക്കാൻ പറ്റും. കാരണം വെച്ചാൽ അതുപോലെ ആക്ടിവിറ്റി പോയിന്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടി വരാതെ കരിയർ ബിൽഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊരു ഒരു സൈക്കിൾ പോലെ, അതായത് ഇന്ന് ഞാൻ ഒരാളെ പഠിപ്പിച്ചു, അയാള് മറ്റുള്ള ഒരു ടീമിനെ പഠിപ്പിക്കുന്നു, ഇതിങ്ങനെ റൗണ്ട് സൈക്കിൾ ചെയ്യുന്നു പോകുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് മേക്കർ. ടെക്നോളജി ഫീൽഡ് എന്ന് വെച്ചാൽ വളരെ സാധ്യതകളുള്ള ഒരു ഫീൽഡാണ്. അപ്പം അപ്പം നമുക്ക് കൂടുതലും നമ്മുടെ ജൂനിയേഴ്സിൽ നിന്നും സീനിയേഴ്സിൽ നിന്നും നമ്മുടെ പിയർ ഗ്രൂപ്പിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ഇതെല്ലാം. ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അവരുടെ ഹെൽപ്പ് തേടുക, അല്ലെങ്കിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. ഇതിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും പുതുതായി ഒന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടി, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒരു മേക്കർ. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവില് ഗോയിങ് ഫോർവേഡ് ലെറ്റ്സ് ഒരു 3-4 ഇയേഴ്സ് കഴിഞ്ഞു എന്ന് വെച്ചോളൂ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജസിൽ അറ്റ്ലീസ്റ്റ് ഫോളോ ചെയ്യുന്ന സിലബസ് മൈറ്റ് നോട്ട് ബി അപ് ടു ഡേറ്റ്. ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു മൈറ്റ് ഹാവ് ടു ലേൺ അല്ലാതെ. ആൻഡ് അറ്റ് ദ മൊമെന്റ് നിങ്ങൾക്ക് അതിനോട് ആക്സസ് ഉണ്ട്. യു ഹാവ് തിങ്സ് ഓൺലൈൻ, നിങ്ങൾക്ക് GPT ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കണം എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബീങ് ക്രിയേറ്റീവ് മൈറ്റ് ബി ഇനഫ് ടു ബിൽഡ് എ ബേസിക് പ്രോട്ടോടൈപ്പ് ഓഫ് സംതിങ് ദാറ്റ് യു വിഷ് ടു. ബിക്കോസ് അതിന് വേണ്ട പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. Given all of these exist, but നിങ്ങളുടെ current KTU syllabus അങ്ങനെ തന്നെ നിൽക്കുകയാണ്. But there are a lot of possibilities outside and there are communities. ഒത്തിരി അധികം കമ്മ്യൂണിറ്റീസ് ഉണ്ട്. എല്ലാ കമ്മ്യൂണിറ്റീസിന്റെയും മിഷൻ എല്ലാം വളരെ ഡിഫറെന്റ് ആണ്. എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വേൾഡിൽ what do you see ഒരു പ്രൊജക്ഷൻ ആഫ്റ്റർ ലെറ്റ്സ് സേ 3-4 years? How do you see കേരള എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ പെർസ്പെക്റ്റീവ് ആൻഡ് ലൈഫ് എങ്ങനെയായിരിക്കും ഇൻ കേരള? കേരളത്തിൽ നമ്മൾ പറയുന്നത് കേരളത്തിൽ ഏറ്റവും നല്ല നമ്മുടെ നമുക്ക് അങ്ങനെ സ്പേസ് ഒന്നുമില്ല. പക്ഷേ ലാൻഡ് ഏരിയ നോക്കുവാണെങ്കിൽ നമുക്ക് ലാൻഡ് ഏരിയ അങ്ങനെ ഇൻഡസ്ട്രിയൽ ഏരിയ ഒന്നും നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഏരിയ ഇല്ല. പക്ഷെ നമ്മൾ കേരളം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തന്നെ IT ഫീൽഡിലാണ്. സോ കേരളത്തിന് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട കുറച്ച് നാൾ മുന്നേ സോഹോ ആപ്സ്, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും വളർന്നു വരാൻ കുറെ കമ്പനീസ് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനുള്ള റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആക്കി എടുക്കാം. ഗവൺമെന്റ് സപ്പോർട്ടും ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസ് എല്ലാം സപ്പോർട്ടോടെ നമുക്ക് ടോട്ടലി അച്ചീവബിൾ ആണ്. വിത്തിൻ 10 yearsന് ഉള്ളിൽ തന്നെ പല ചേഞ്ചസും കേരളത്തിൽ നിന്ന് തന്നെ പല വേണമെങ്കിൽ ഫ്യൂച്ചറിലൊരു AI ഹബ്ബ് തന്നെ കേരളത്തിലാക്കാനുള്ള പൊട്ടൻഷ്യൽ കേരളത്തിലുണ്ട്. അതിനുള്ള വർക്ക് നമ്മൾ കോളേജിനെ തുടങ്ങണം. കോളേജ് പിള്ളേരുടെ ഇടയിൽ നിന്ന് തുടങ്ങണം. അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ വെച്ചാൽ ബ്ലൈൻഡ് ഫോൾഡായിട്ട് വെച്ച അക്കാഡമിക്സ് പഠിച്ച് നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഒന്നും നടക്കത്തില്ല. നമ്മളത് എക്സ്പ്ലോർ ചെയ്യണം. എക്സ്പ്ലോറിങ് തന്നെ ഇറങ്ങിയാലേ പറ്റൂ. കാരണം എന്നാലേ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഒരു അക്കാഡമിക്സിൽ ഒതുങ്ങി നിൽക്കുന്ന വേൾഡ് അല്ല എഞ്ചിനീയേഴ്സിന്റെ. ദേ ക്യാൻ സർവൈവ് എനിവെയർ. അതിപ്പം AI വന്നാലും എത്ര വലിയ AI വന്നാലും സൂപ്പർ ഇന്റലിജൻസ് AI വന്നാലും അവിടെ ഹ്യൂമൻസ് ഇന്റലിജൻസിനോ അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസിനോ വാലിച്ച് വെച്ച് നമുക്ക് AI കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ഗ്രോത്ത് ഉണ്ട്. എത്ര വലിയ മെഷീൻസ് ആണ്, എത്ര വലിയ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഹ്യൂമൻസ് ആണ്. സോ അതിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കേരളം തന്നെ ഒരു ഹബ്ബായിട്ട് AI ഹബ്ബായിട്ട് മാറ്റാൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അതിനുള്ള റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആക്കാം.
അതിന് ഗവൺമെന്റ് സപ്പോർട്ട് നമുക്ക് വേണം. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പഠിപ്പിച്ചു തുടങ്ങുവാണെങ്കിൽ തന്നെ കോളേജ് വരുമ്പോൾ തന്നെ അവർ കുറെ ഔട്ട്പുട്ട് എടുക്കും. അവിടെ തന്നെ കുറച്ചുകൂടെ ലേൺ ചെയ്യുമ്പോൾ അവർ ഒരു വേൾഡ് എക്സ്പേർട്ട് ആയിട്ട് മാറാൻ ഉള്ള ചാൻസസ് ഉണ്ട്. ടെക്നോളജീസ് ഓരോ ടൈമും മാറിക്കൊണ്ടിരിക്കുക. ഫ്യൂച്ചറിൽ ഏത് ടെക്നോളജിയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയുടെ പുറകെ പോയി അത് തന്നെ ഓക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരിയറിലേക്ക് കയറുമ്പോൾ ആ ടെക്നോളജി ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. അത്യാവശ്യം നമുക്കൊരു ബേസിക് എല്ലായിടത്തും ഉണ്ടെങ്കിൽ എന്താണോ ഫ്യൂച്ചറിൽ ഏത് ടെക്നോളജീസ് ആണോ അവിടെ എഞ്ചിനീയേഴ്സിന് എന്തായാലും പിടിച്ചു നിൽക്കാൻ പറ്റും. കാരണം ഓൾറെഡി എല്ലാ ബേസിക്സും അറിയാവുന്ന ഒരാൾക്ക് ഏതൊരു ഫീൽഡിലും കയറിയാൽ പിന്നീടും പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ അതിനെപ്പറ്റി അറിയില്ല എന്നുള്ളപ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ പറ്റാതായി പോവുക. അപ്പൊ കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുകയല്ല. എൻ്റെ ഇതിലാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക മാക്സിമം. ഇപ്പം ടെക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഓരോ ഇതിലും ഓരോ ട്രെൻഡാണ് വരുന്നത്. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഫസ്റ്റ് ഇയർ കയറുന്ന സമയത്ത് CS ആയിരുന്നു കറണ്ട് ട്രെൻഡ്. ഇപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ കയറി വന്നു. അപ്പം ട്രെൻഡിനനുസരിച്ചിട്ട് ടെക് ഫീൽഡിൽ ഇത് മാറും. അപ്പം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മിനിമം ഒരു ബേസ് എങ്കിലും എല്ലാ ഇതും സ്ട്രീം ആണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും മിനിമം ഒരു ബേസ് എങ്കിലും പഠിച്ചു വെക്കുകയാണെങ്കിൽ ഭാവിയിൽ ചിലപ്പം ഇപ്പം ഒരാൾ ജോലിക്ക് കയറിയ ഒരാളാണെങ്കിൽ വേറൊരു സബ്ജക്റ്റ് ആയിരിക്കും അവർക്ക് പറയുന്നത്. അല്ലെ പറയും നീ ഇവിടെ വന്നിട്ട് AI കുറിച്ച് പഠിച്ച അല്ലെ ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഒരു ബേസ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് ബാക്കി എവിടെയെങ്കിലും ക്ലാസ് അല്ലെങ്കിൽ എന്ത് വെച്ചിട്ട് സെൽഫ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇതില്ലാതെ ഒരാൾ ജസ്റ്റ് ഞാൻ പഠിച്ച സ്ട്രീം മാത്രമേ പഠിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് വന്ന് ജോലിക്ക് കയറിയിട്ട് കിട്ടുന്ന ജോലി ഇതാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ട്രൈ ടു എന്ന് വെച്ചാൽ ഒരു ബേസ് എല്ലാ സ്ട്രീമിലും ഒന്ന് ഉറപ്പിക്കുന്നത് നല്ലതായിരിക്കും. കേരളത്തിലെ IT ഫീൽഡിന് വലിയ സാധ്യതകളാണ്. ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ ഓരോ സമയത്തും എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ സിവിലും മെക്കൊക്കെ ആയിരുന്നു ടോപ്പിൽ നിന്നിട്ടുണ്ടാവുന്നത്. എല്ലാവരും സിവിലും മെക്കൊക്കെ ആയിരുന്നു കുറച്ചും കൂടി സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ പിന്നെ ഇലക്ട്രോണിക്സും CS ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റിയും AI ഒക്കെ കൂടുതൽ പേർക്ക് ഇഷ്ടത്തോടെ ഇനിയും സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞ് പഠിക്കുന്നവരുണ്ട്. പക്ഷെ നാളെ അതാണ് സാധ്യതയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. നാളെ ആ സമയത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ എല്ലാ ഫീൽഡും നമുക്കിപ്പം മൈനറായിട്ട് കോഴ്സുകൾ എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാ CS ആയാലും മെക്ക് ആയാലും സിവിൽ ആയാലും എല്ലാ ബ്രാഞ്ചിലും നമുക്ക് കുറച്ച് അറിവുകൾ ഉണ്ടാവണം. നമ്മൾ നാളെ ഒരു കമ്പനിയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ആ ബ്രാഞ്ചിനെ പറ്റി യാതൊരു വിവരം ഉണ്ടാവില്ല. ആ സമയത്ത് എല്ലാ ബ്രാഞ്ചുകളെ കുറിച്ചും നല്ല രീതിയിൽ അറിവുള്ള ഒരാൾ അവിടെ ഉണ്ടാവും. അപ്പൊ അയാൾക്കായിരിക്കും കൂടുതലും കൂടി സാധ്യത ആ ജോബ് കിട്ടാനായിട്ട്. അപ്പൊ നമുക്ക് എല്ലാ ബ്രാഞ്ചിനെ പറ്റിയും നല്ലൊരു അറിവുള്ള ആളായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പോസിബിൾ ആയിട്ടുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടാവും. Having the understanding that you personally have ഇപ്പോൾ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ there is a syllabus that you follow. അത് ആസ് എൻ ഇൻഡിവിജ്വൽ ഹൗ വിൽ യു ചേഞ്ച് ഓർ ഇസ് ഇറ്റ് പെർഫെക്റ്റ് ദ വേ ഇറ്റ് ഇസ്? ഞാൻ ബയോളജി കഴിഞ്ഞിട്ട് CS-ലോട്ട് വന്ന ഒരാളാണ്. അപ്പം ഞാൻ ജസ്റ്റ് ബയോളജി കഴിഞ്ഞിട്ട് വരുമ്പം എനിക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി പൈതൺ ഞാൻ മെയിനായിട്ട് ഒരു 4 മാസത്തെ കോഴ്സ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഗ്രാഫിക്സ്, മാത്തമാറ്റിക്സും കെമിസ്ട്രി ഒക്കെയാണ്. ശരിക്കും കമ്പ്യൂട്ടർ സയൻസ് എന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞങ്ങൾ കയറിയിട്ടില്ല. ഇപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് ആകുമ്പോഴേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ എത്രത്തോളം നമുക്ക് അത് ഈ ഫീൽഡാണ് നമുക്ക് ചേരുന്നത്. പക്ഷെ ഇഷ്ടത്തോടു കൂടിയാണ് CS തിരഞ്ഞെടുത്തത്. പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് ഇനിയിപ്പോൾ സെക്കൻഡ് ഇയേഴ്സിലോട്ട് കിടക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം നമ്മളിപ്പോൾ പഠിക്കുന്നത് എല്ലാം നമ്മൾ ഈസി ആയാലും ട്രിപ്പിൾ ഇ ആയാലും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇനി സെക്കൻഡ് ഇയേഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് അത് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് എഫക്റ്റീവ് ആവുമെന്ന് നമുക്ക് ഇനിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു തേർഡ് ഇയർ പെർസ്പെക്റ്റീവിൽ നിന്ന് ഇപ്പോൾ ഉള്ള സിലബസ് ചേഞ്ച് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഹൗ വിൽ യു ചേഞ്ച് ഇറ്റ് ഓർ ഇസ് ഇറ്റ് ഗുഡ് ദ വേ ഇറ്റ് ഇസ്? ഇപ്പോഴത്തേതിലാണെങ്കിൽ ഇപ്പം ഇവർക്ക് ഓൾറെഡി ഇപ്പം ഞാനും പുള്ളിക്കാരും തമ്മിൽ വേറെ സ്കീമാണ്. 24 ഞാൻ 29 അല്ല 19 സ്കീമും 24 സ്കീമുമാണ്. അപ്പോൾ ഇവർക്ക് ബേസിക്കലി ഉള്ളത് തേർഡ് ഇയർ പഠിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് 1 ഇയർ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്രൊജക്ട് വർക്ക് ബേസ് ചെയ്യുക. ഞങ്ങൾക്കാണെങ്കിൽ ഫൈനൽ സെമ്മിലാണ് മെയിനായിട്ട് പ്രൊജക്ട് ബിൽഡ് ചെയ്ത് കാണിക്കേണ്ടത്. തിയറി പേപ്പർ അല്ലെങ്കിൽ ഇങ്ങനത്തെ പേപ്പേഴ്സ് കുറച്ചിട്ട് മാക്സിമം ഇതുപോലെ പ്രൊജക്ട് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാനുള്ള ടൈം കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം 24 കുറച്ചും കൂടെ ബെറ്റർ ആണ്. തിയറി എല്ലായിടത്തും തിയറി ഇതിൽ മോശമാണെന്നല്ല പറഞ്ഞത്, തിയറി വേണം. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ടെക്നിക്കലി ചെയ്ത് പഠിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നല്ലേ. ഇവരുടെ സ്കീമിൽ അത് നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നടക്കുന്നില്ല. ഒരു മേക്കർ സ്പേസ് ക്യാമ്പസിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പെർമിഷൻ കിട്ടി നമ്മൾ റൂം എടുത്തു. ഗോയിങ് ഫോർവേഡ് എങ്ങനെയാ മേക്കർ സ്പേസിനെ വിഷ്വലൈസ് ചെയ്യുന്നത്, മേക്കർ സ്പേസിനെ വിഷ്വലൈസ് ചെയ്യുന്നത്? നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ. അവിടെ അവർക്ക് ആക്സസ് താല്പര്യമുള്ളവർക്ക് വന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ തുറന്നു കൊടുക്കാനുള്ള
മെന്റാലിറ്റി തന്നെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു ഐഡിയയിലാണ് പോണേ. അപ്പൊ അവർക്ക് എന്ത് വേണം വന്ന് ബിൽഡ് ചെയ്യാം, നമുക്ക് അതിന് പറ്റുന്ന സപ്പോർട്ട് എല്ലാം ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു റൂമിന് അതെ സ്റ്റുഡൻസിന്റെ ഒരു ഐഡിയാസ് എല്ലാം മാറിയിട്ടുണ്ട്. മീൻസ് പഠിച്ചാൽ മാത്രം പോരാ, മീൻസ് പരീക്ഷ അല്ലെങ്കിൽ മാർഗം അതല്ല, പകരം ഇതേപോലെയുള്ള കുറച്ച് ടെക്നോളജീസും കൂടെ നന്നായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കാര്യമുള്ളൂ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കുള്ള ഓരോ നടക്കുന്ന സ്റ്റഡി ജാമിലും കാര്യങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ കൂടുന്നുണ്ട്. അതൊരു നല്ലൊരു ഇൻപുട്ട് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇനിയുമുള്ള ഇവന്റ്സിനും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഹാക്കത്തോൺസ് ഒക്കെ ആണെങ്കിലും പിള്ളേർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഇൻപുട്ട് ഇടുന്ന രീതിയിൽ മാറുന്നുണ്ട് കാര്യങ്ങൾ. ടെക് ഫീൽഡ് മാത്രമായിട്ടല്ല, അതായത് എക്സ്ട്രാ ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പരിപാടി. അപ്പം എനിക്ക് ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വോളണ്ടിയർ ഔട്ട്റീച്ച് ലീഡ് അലി ചെയ്യുന്നത്. എൻ്റെ കൂട്ടത്തിൽ തന്നെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരാണെങ്കിൽ അത്യാവശ്യം വീഡിയോഗ്രാഫി അത്യാവശ്യം നടി ചെയ്യുന്നവരുണ്ട്, വേറെ പോസ്റ്റർ ഡിസൈനേഴ്സ് ഉണ്ട്, പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പം ടെക് ഫീൽഡ് മാത്രമായിട്ടല്ല, ഇവരെയും കൂടെ അതായത് വീഡിയോഗ്രാഫി അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ് അതുകൂടെ നമ്മൾ ഒപ്പം കൊണ്ടുപോയിട്ട് അത് പഠിക്കാനെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെയും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഇതിലേക്കാണ് അടുത്തേക്ക് മുമ്പോട്ട് പോകുന്നത്. സ്റ്റുഡൻസ് പിയർ ലേണിംഗ് ആണ് ബേസിക്കലി. ഇന്റർഡിസിപ്ലിനറി ഒരു മോഡലാണ് നമ്മൾ ഇപ്പം ഫോളോ ചെയ്യുന്നത്. അതായത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസിലുള്ള ആൾക്കാർക്ക് എങ്ങനെ കളക്റ്റീവായിട്ട് സംതിങ് ബ്യൂട്ടിഫുൾ ഓർ സംതിങ് മോർ പ്രൊഡക്റ്റീവ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം പറഞ്ഞ എക്സാമ്പിളിൽ സമ്മൺ ഹു ഇസ് എൻ ആർട്ടിസ്റ്റ് അറ്റ് കോർ, നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളോ നന്നായിട്ട് പാടുന്ന ഒരാളോ whatever, ആ ഇൻഡിവിജ്വലിന് ടെക്നോളജി എന്ന ടൂളിലോട്ട് ആക്സസ് കിട്ടുകയാണെങ്കിൽ മേ ബി ദ ഔട്ട്കംസ് വിൽ ബി സംതിങ് മാജിക്കൽ. അത് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതായിരിക്കാം മേ ബി ഗോയിങ് ഫോർവേഡ് വാട്ട് വർക്ക്സ് ബെസ്റ്റ്. നിങ്ങളുടെ ഒരു സമ്മറിയിൽ in one word, how will you, or in one phrase, how will you define നിങ്ങളുടെ ക്യാമ്പസ് കമ്മ്യൂണിറ്റി? ഇറ്റ്സ് മോർ ടു കം. എന്ന് വെച്ചാൽ ഇനിയും വരാൻ ഒരുപാടുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇപ്പം ഒരു മേക്കർ ഫെസ്റ്റ് പോലെ നടത്തിയൊക്കെയുള്ള ഒന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഓരോരോ ഈവന്റ് തപ്പിക്കൊണ്ടിരിക്കുക. അത് നടത്തുന്നത് ഞങ്ങൾ തന്നെ ആയിരിക്കും. പാർട്ടിസിപ്പൻസ് ഞങ്ങളുടെ ജൂനിയേഴ്സ് അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിരിക്കും. അവിടെ ഒരു ഹൈറാർക്കി ഇല്ല. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മുടെ കോളേജിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, നമ്മുടെ പിള്ളേർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്, എല്ലാ കാലിബേഴ്സും ഉണ്ട്. സോ അതൊരു ചാനൽ ചെയ്യാൻ ഒരു മീഡിയം ത്രൂ ഒരു മീഡിയമാണ് തിങ്കർ. അപ്പോൾ താങ്ക് യു എവ്രി വൺ. With that we come to the end of this edition. Thank you.